you can balance your diet in a day-to-day life. And apart from balancing, how you can bring that balancing. എങ്ങനെ നമ്മളൊരു പ്ലേറ്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്, അത് റംസാൻ മാസത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും, പിന്നെ അതിലിപ്പോ നമ്മൾ ബാലൻസിങ് എന്ന് പറയുമ്പം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ എന്നുള്ള ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അത് ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങനെ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷനിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഈ ഒരു സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓക്കെ, ഈ നമ്മൾ പോഷകാഹാരം എന്ന് പറയുമ്പം പോഷകങ്ങളാണ് അതിന്റെ ഘടകങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം നമ്മൾ പോഷകങ്ങൾ പറയുമ്പോൾ നമുക്ക് ഊർജം തരുന്ന ന്യൂട്രിയൻസും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ ഊർജം തരുന്ന പോഷകങ്ങളായിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതൊക്കെ നമുക്ക് എനർജി തരും. അതല്ലാതെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, നമ്മൾ വിറ്റാമിൻസ്, മിനറൽസ് ഒക്കെ പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടാണ്. ഇത് നമുക്ക് ഓവറോൾ നമ്മളെ മെറ്റബോളിസവും നമുക്ക് നമ്മുടെ ദഹന പ്രക്രിയകൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രതിരോധ ശേഷി ഇതിനൊക്കെ വേണ്ടിയിട്ട് ആണ് നമുക്ക് വിറ്റാമിനുകളും മിനറലുകളും വരിക. അതല്ലാതെ പിന്നെ നമുക്ക് വെള്ളം, അതേപോലെ തന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ, ഇങ്ങനെയാണ് നമ്മൾ ബ്രോഡായിട്ട് നമ്മളുടെ പോഷകങ്ങളെ നമ്മൾ പറയുന്നത്. ഈ പോഷകങ്ങൾ പറയുമ്പം അതിനെ നമ്മൾ എങ്ങനെ കഴിക്കുന്നു, നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കോവിഡ് കാലം മുതൽ വളരെ നമുക്ക് പരിചയമായിട്ടുള്ള ഒരു ടേമാണ് ICMR. ഈ ICMRന്റെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്, നമ്മളുടെ ഒരു പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ത്യയിൽ നമുക്ക് ഒരു ആവറേജ് ഇന്ത്യൻ ബോഡി കോമ്പോസിഷൻ ഉള്ള ഒരാൾക്ക് നമ്മൾ എത്രത്തോളം പോഷകങ്ങളാണ് ഒരു ദിവസം കഴിക്കേണ്ടത് എന്നുള്ള കണക്കുകൾ സയന്റിഫിക് ആയിട്ട് പറഞ്ഞു തരുന്ന ബോഡിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. ഈ ഒരു ബോഡി ഒരു പഠനം നടത്തിയിരുന്നു. അപ്പോ ആ ഒരു പഠനത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, എന്താണ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ കഴിക്കുന്നത് എന്നുള്ളൊരു പഠനമാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. അതിൽ അവർ പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒരു ഏർബൻ ഏരിയയിലും ഒരു റൂറൽ ഏരിയയിലും എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതൽ റൈസ് ഈറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ നമ്മുടെ പ്ലേറ്റിലെ ഒരു 90% അല്ലെങ്കിൽ ഒരു 70% എബോവ് നമ്മളെ പ്ലേറ്റിൽ വരുന്നത് കൂടുതലും സീരിയൽസ് ആണ്. അപ്പോൾ അത് നമുക്ക് അമിതമായിട്ടുള്ള ആവശ്യത്തിലധികം വരുന്ന ഒരു എനർജി ഇൻടേക്കിലേക്ക് അത് മൂവ് ചെയ്യുകയും, എന്നാൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ പാലുൽപ്പന്നങ്ങളുടെ അളവ് വളരെ കുറവാണെന്ന് ഈ പഠനം പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ കഴിക്കുന്ന റെഡി ടു ഈറ്റ് ആയിട്ട്, അതായത് നമ്മൾ പാക്കറ്റ് ചെയ്തിട്ട് വരുന്ന ഭക്ഷണങ്ങൾ, നമുക്ക് റെഡി ടു ഈറ്റ് ആയിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ അളവ് നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ആവശ്യത്തിലും 11% റൂറൽ ഏരിയയിലും, അതേപോലെ നമുക്ക് കഴിക്കാനുള്ള പരിമിതിയിൽ 4% കൂടുതൽ ഏർബൻ ഏരിയയിലും നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് ഈ പഠനം പറയുന്നു. പിന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു സ്ട്രോങ് ഇൻഡിക്കേറ്റർ ആണ് നമ്മളുടെ വയറുഭാഗത്തുള്ള ഒരു കൊഴുപ്പിന്റെ ഡെപ്പോസിഷൻ എന്ന് പറയും. നമ്മൾ അതിന് അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയും. അപ്പൊ അതും ശരാശരി പണ്ടുള്ള കാലത്തേക്കാൾ ഇപ്പം അതിന്റെ ഒരു വർധനവ് ഈ പഠനം പറയുന്നുണ്ട്. അതിന്റെ കാരണം നമ്മളുടെ ആഹാര രീതിയാണ്. നമ്മൾ കഴിക്കുന്ന മധുരങ്ങൾ അടങ്ങിയ, അതേപോലെ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫ്രൈഡ് ആയിട്ടുള്ള ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് വളരെ കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ കാലം കൂടുന്ന ഒരു 30% ഇൻക്രീസ്, പ്രത്യേകിച്ച് പ്രമേഹ രോഗം പോലുള്ള അസുഖങ്ങളിൽ വർധനവുണ്ട് എന്നും ഈ പഠനം പറയുന്നുണ്ട്. ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ആഹാര രീതി നമ്മൾക്ക് ഒരു പ്രമേഹം, അതേപോലെ ഈ ഹൈപ്പർ ടെൻഷൻ, നമുക്ക് അമിത രക്തസമ്മർദ്ദം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ത്യൻ ശരാശരി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ വളരെ കൂടുതലാണ് എന്നാണ് ഈ ഒരു പഠനം പറയുന്നത്. അപ്പൊ എങ്ങനെ ആയിരിക്കണം നമ്മളെ ഒരു പ്ലേറ്റ് എന്ന് ഈ ഒരു സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്. ഇതൊരു മൈ പ്ലേറ്റ് ഫോർ ദ ഡേ, ഒരു ദിവസം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണത്തിന്റെ ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് ആണ്. ഇതിൽ നമ്മൾ പറയുമ്പം നേരത്തെ പറഞ്ഞ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് വിറ്റമിൻസ്, മിനറൽസ് പ്ലസ് ഫൈബേഴ്സ് ആൻഡ് അഡിക്വേറ്റ് ഹൈഡ്രേഷൻ, ഇത്രയും കാര്യങ്ങൾ വരുന്ന ഒരു പ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് പ്ലേറ്റിൽ നോക്കാം, വെജിറ്റബിൾസ് പറയുന്നത് മിനിമം ഓഫ് 350 ഗ്രാംസ് ആണ്. നമ്മൾ ഒരു കപ്പ് എന്ന് പറയുന്ന ഒരു നോർമൽ ഒരു കപ്പ് എന്ന് പറയുന്നത് 200 ഗ്രാം ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കപ്പും ഒരു 1.5 കപ്പോളം നമ്മൾ നിർബന്ധമായിട്ട് പച്ചക്കറികൾ ഒരു ദിവസം കഴിച്ചിരിക്കണം. ഇനി ഫ്രൂട്ട്സ് പറയുകയാണെങ്കിൽ, ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും 150 ഗ്രാം ആണ്. ഒരു വലിയ ആപ്പിൾ ആണെങ്കിൽ അതിന്റെ പകുതി ഫ്രൂട്ട് ഒരു ദിവസം ഒരാൾക്ക് മതി. അപ്പൊ ഫ്രൂട്ട്സ് നമ്മൾ പൊതുവേ നമ്മളുടെ ഒരു ആഹാര രീതി എന്ന് പറഞ്ഞാൽ പച്ചക്കറി തൊട്ടിട്ടില്ലെങ്കിലും ഒരു മേ ബി ഇൻ ദ ഫോം ഓഫ് ജ്യൂസസ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആസ് സച്ച് നമ്മൾ ഒരു മൾട്ടിപ്പിൾ ടൈം ഇന്നിടെ നമ്മൾ കഴിക്കാൻ സാധ്യതയുണ്ട്. ഫ്രൂട്ട്സ് അമിതമായിട്ട് കഴിക്കുമ്പം ഫ്രൂട്ട്സിലൂടെ വരുന്ന ഷുഗർ ആണ് ഫ്രക്ടോസ്.
ഫ്രക്ടോസിന്റെ ഓവർലോഡ് വരുന്നത് നമുക്ക് ലിവറിന് തന്നെ ഒരു ബേർഡൻ ആയിട്ട് വരും കുറെ കാലം നമ്മൾ കഴിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഫ്രൂട്ട്സിന്റെ പോർഷൻ അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഫ്രൂട്ട്സ് 150 ഗ്രാം എന്ന് നമ്മൾ പറയുമ്പോഴും മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, അതിന് നമ്മൾ വീണ്ടും പോർഷന് നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം നമ്മളെ നാടൻ എല്ലാ പഴങ്ങളും അതിൽ വന്നു. അതായത് ഇപ്പം ചക്ക, മാങ്ങ, അതേപോലെ ചിക്കു, പിന്നെ പഴം, ചെറുപഴമൊക്കെ പോലെയുള്ള അങ്ങനത്തെ ആത്തച്ചക്ക അല്ലെങ്കിൽ സീതാഫൽ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് പൊതുവെ മധുരങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുമ്പം പോർഷനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾക്ക് സീരിയൽസിലേക്ക് പോവാം. നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ്, ചെറുധാന്യങ്ങളൊക്കെ ഈ ഒരു വെറൈറ്റിയിൽ വരും. സീരിയൽസ് നമുക്ക് ഒരു പ്ലേറ്റിന്റെ 1/4 മാത്രം മതി. ഇങ്ങനെയാണ് നമ്മളൊരു ഹെൽത്തി പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കഴിക്കേണ്ടത്. ഇനി അതിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാല്, അതേപോലെ തന്നെ മത്സ്യമാംസങ്ങൾ, നട്ട്സുകൾ, ഇതെല്ലാം പ്രോട്ടീൻ പ്ലസ് ഗുഡ് ഫാറ്റ്സ് വരുന്ന പോർഷൻ ആണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതെല്ലാം കഴിക്കുമ്പോഴാണ് നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീന്റെ അളവ് വരുള്ളൂ. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ശരാശരി നിങ്ങളുടെ 1 കിലോക്ക് ഒരു 0.8 മുതൽ 1 ഗ്രാം വരെ പ്രോട്ടീൻ വേണം. നമ്മളൊരു ഈസി കാൽക്കുലേഷന് പറയാ, 1 കിലോക്ക് 1 ഗ്രാം എന്നുള്ള പ്രോട്ടീൻ ആണ് ഒരു നോർമൽ ഇൻഡിവിജ്വലിന്റെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ 60 kg ആണെങ്കിൽ നിങ്ങൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ വേണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ, ഒരു നോർമൽ ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മൾ പോലെ കഴിക്കുന്ന ആ ഒരു ആഹാര രീതി ഉള്ള ആള് ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ ആണ് കഴിക്കാന്ന്? റഫ് ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ഒരു ഓക്കെ, 25 ഗ്രാം. ഞാന് എത്ര? 25. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ബിറ്റ്വീൻ 25, നമ്മളൊരു 30 to 40 ആണ് ആവറേജ് ഇൻടേക്ക് വരുന്നുള്ളൂ. മോസ്റ്റ്ലി ഇറ്റ് ഫോൾസ് ഓൺ 20 and 25 മോസ്റ്റ്ലി. ഒരു ആവറേജ് ഇൻടേക്ക് വരുന്നത് 30 ഗ്രാം മാത്രമാണ്. ദോ വി ക്ലെയിം നമ്മൾ പിന്നെ നോൺ വെജ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ മറ്റ് പ്രോട്ടീൻ സോഴ്സസ് കഴിക്കുന്നുണ്ടാവുമെങ്കിലും ഡെയിലി ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ ഇസ് വെരി ലെസ്. നമ്മളുടെ പ്ലേറ്റ് തന്നെ നിങ്ങൾ ഓരോ നേരം കഴിക്കുന്ന പ്ലേറ്റ് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഡെയിലി ഒരു 1/4 കപ്പോളം പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കുന്നുണ്ടോ? പാലുൽപ്പന്നങ്ങൾ 300 ml ആണ്. അതായത് 1.5 ഗ്ലാസ് പാലോ അതിനനുയോജ്യമായ രീതിയിൽ തൈരോ മോരോ അല്ലെങ്കിൽ പനീറൊക്കെ പോലെ പാലുൽപ്പന്നങ്ങളോ അതിലേക്ക് വരണം. അതേപോലെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന നട്ട്സ് അല്ലെങ്കിൽ പിന്നെ ധാന്യങ്ങൾ തന്നെ തവിടോട് കൂടി വരുന്നതോ അല്ലെങ്കിൽ മാറി മാറി നമ്മൾ ചെറുധാന്യങ്ങളൊക്കെ പറയും, മുത്താറി, പിന്നെ തിന ഒക്കെ പോലുള്ളതിലൊക്കെ നമ്മൾ സാധാരണ അരിയിനേക്കാളും പ്രോട്ടീന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ധാന്യങ്ങൾ, പച്ചക്കറികളിലും പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ റിച്ച് അല്ലാന്നേ ഉള്ളൂ, പക്ഷെ പ്രോട്ടീൻ അടങ്ങിയ ചെറിയ അളവിലാണെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് പച്ചക്കറികളും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും പ്ലസ് എഗ്, സ്മോൾ പോർഷൻ ഓഫ് നോൺ വെജ്, ഇങ്ങനെ എല്ലാ ഡൈവേഴ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുമ്പോഴാണ്, സ്ക്രീനിൽ ആരോ വരയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഡൈവേഴ്സ് ആയിട്ട് ഉൾപ്പെടുത്തുമ്പോഴാണ് നമുക്ക് മാക്സിമം പ്രോട്ടീൻ നമ്മളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാൻ പറ്റുന്നത്. അതല്ലാതെ നമ്മൾ സാധാരണ ഒരു ശരാശരി ഇന്ത്യൻ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സും അതിൽ കൂടുതൽ ഫാറ്റും വരുന്ന രീതിയിലാണ്. അവിടെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസിന്റെ, നേരത്തെ പറഞ്ഞ പോലെ വിറ്റമിൻസിന്റെ അഭാവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് ഫാറ്റിന്റെ ഡെപ്പോസിഷൻ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളൊരു വെയിങ് സ്കെയിലിൽ വെയിറ്റ് നോക്കുമ്പം നമ്മൾ ആ വെയിറ്റ് മാത്രം കൺസേൺഡ് ആവാതെ ആ വെയിറ്റിൽ നിങ്ങൾക്ക് ഒരു നല്ല മസിൽ വെയിറ്റ് ഉണ്ടോ, നല്ല ഫാറ്റ് വെയിറ്റ് എത്രയുണ്ട്, ബോൺ വെയിറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മളുടെ ഒരു നല്ല പ്ലേറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ബോഡി കോമ്പോസിഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ പ്ലേറ്റിന്റെ മറ്റൊരു പ്രത്യേകത കാണുകയാണെങ്കിൽ, ഓരോ ഗ്രൂപ്പിലും ഇപ്പൊ വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്, സെയിം വിത്ത് പൾസസ്, നട്ട്സ് ആൻഡ് സീരിയൽസ് ആൻഡ് ഓയിൽസ്. സോ ഇതുപോലെ ഒരു മഴവില്ല് പോലെ എല്ലാ നിറങ്ങളിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഈ മൈക്രോ ന്യൂട്രിയൻസ്, അതായത് വിറ്റമിൻസിന്റെയും മിനറൽസിന്റെയും മാക്സിമം ഇൻക്ലൂഷൻ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുക. സോ നമ്മളുടെ ഡയറ്റ് എപ്പോഴും ഡൈവേഴ്സ് ആയിരിക്കണം. മാക്സിമം എല്ലാ പച്ചക്കറികളും കഴിക്കാൻ ശ്രമിക്കുക, എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ മാറി മാറിയുള്ള ധാന്യങ്ങളായിരിക്കാം, മാറി മാറിയുള്ള പയറുവർഗ്ഗങ്ങളായിരിക്കാം. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് എല്ലാ നിറങ്ങളിലും ഉൾക്കൊള്ളുന്ന എല്ലാ മൈക്രോ ന്യൂട്രിയൻസും നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാൻ പറ്റും. ഇനി ഇങ്ങനെ ഒരു വാരീഡ് ആയിട്ടുള്ള ഒരു നല്ല പ്ലേറ്റ് നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഒന്ന് നമുക്ക് ഇനഫ് വേരിയേഷൻ അതിലേക്ക് വരും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഹിഡൻ ഹങ്കർ എന്നാ പറയാം. ദോ ഒരു ഇൻഡിവിജ്വൽ ഒരു നല്ല ഒബീസ് ആണെങ്കിലും
നമ്മൾ അവരെ ടേം ചെയ്യുക ഓവർ നറിഷ്ഡ് ആയിട്ടാണ്. പക്ഷെ ദർ വിൽ ബി ഹിഡൻ ഹങ്കർ, അതായത് അവർക്ക് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഹെൽത്തി കളർഫുൾ പ്ലേറ്റ് ആണ് നിങ്ങളതെങ്കിൽ ഈ ഹിഡൻ ഹങ്കർ അല്ലെങ്കിൽ വിറ്റാമിൻ മിനറൽ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ നമുക്ക് നല്ലൊരു പ്ലേറ്റിങ്ങിലൂടെ നമുക്ക് ഒരുപാട് അൺനെസസറി ആയിട്ട് നമ്മൾ എടുക്കുന്ന ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ന്യൂട്രിയൻ സപ്ലിമെന്റ്സിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൺലി അഡ്വൈസബിൾ ഫോർ എ ഷോർട്ട് ടേം ഡ്യൂറേഷൻ. ഒരുപാട് ലോങ് ടേം ആയിട്ട് നമുക്ക് ഒരു ന്യൂട്രിയൻ സപ്ലിമെന്റ്സും അതുപോലെ ഒരു ഫോളോ അപ്പ് ഇല്ലാതെയും നമ്മൾ ഒരു കാരണവശാലും ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് എടുക്കാൻ പാടില്ല. ഇറ്റ് വിൽ ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ യുവർ കിഡ്നീസ്. അപ്പോൾ റുട്ടീൻ സപ്ലിമെന്റ് ഇൻടേക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ റുട്ടീൻ ആയിട്ട് ഇങ്ങനെ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് പാറ്റേണിലുള്ള ന്യൂട്രിയന്റ് അബ്സോർപ്ഷനെയും അത് ബാധിക്കും. അപ്പൊ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി ബെനിഫിറ്റ്സ് ചോദിക്കുമ്പം ഒന്ന് വാരീഡ് പ്ലേറ്റിംഗ്. അപ്പൊ നമുക്ക് മാക്സിമം ന്യൂട്രിയൻസ് കിട്ടുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രതിരോധ ശേഷി ഉണ്ടാവും. പിന്നെ നമ്മളുടെ കുടല് എന്ന് പറയുന്നതാണ്, ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ആവുന്ന സൈറ്റ് നമ്മളുടെ കുടലാണ്. ഈ കുടലിലൊക്കെ മൈക്രോബയോം നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, നിങ്ങൾ ഇപ്പം കുറെയൊക്കെ ഈ തൈരിലൂടെ ഒക്കെ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ഇങ്ങനത്തെ ടേംസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ കുടലിൽ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്. ഈ മൈക്രോബ്സിന്റെ ഒരു ലൈവ് ബാക്ടീരിയ ഉള്ള കണ്ടന്റ് ആണ് നമ്മളെ തൈര്. അപ്പോൾ അതിൽ ലാക്ടോബേസിലസ് എന്ന് പറയുന്ന ലൈവ് ബാക്ടീരിയാസ് ഉണ്ട് വിച്ച് ഇസ് ഹെൽത്തി ഇൻസൈഡ് യുവർ ഗട്ട്. അപ്പൊ ഗട്ടിൽ അത് എത്തുമ്പോൾ മാക്സിമം ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ അത് സഹായിക്കും. നല്ല ഫൈബർ അടങ്ങിയ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണെങ്കിൽ ഈ ഗട്ട് മൈക്രോബയോട്ട് എപ്പോഴും ഹെൽത്തി ആയിരിക്കും. കാരണം അവിടെ ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള pH ആണ് ഉണ്ടാവുക. നല്ല അസിഡിക് ആയിട്ടുള്ള നല്ല ഫാറ്റി ഫുഡ്സ് നല്ല ഷുഗറി ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങളെ ഗട്ട് കൂടുതൽ അസിഡിക് ആയി മാറുകയും അതിൽ വളരാൻ പറ്റുന്ന ഹാംഫുൾ ബാക്ടീരിയാസ് അവിടെ വളരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഭയങ്കര അൺഹെൽത്തി ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇറിറ്റബിൾ ആയിട്ടുള്ള ബവൽ ഉണ്ടാവുക, സ്ട്രെസ് കൂടുക, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഡയറക്റ്റ് നിങ്ങളെ ഗട്ട് മൈക്രോബയോമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം എപ്പോഴും നല്ല ഹൈ ഫൈബർ വരുന്ന നല്ലൊരു ഹെൽത്തി പ്ലേറ്റ്, അത് ഫാസ്റ്റ് ഫുഡിലേക്ക് പോവാത്ത ഒരു ഹെൽത്തി പ്ലേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. അത് ഒരു പരിധി വരെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെന്റ് ചെയ്യും. കാരണം നല്ലൊരു ഗട്ട് മൈക്രോബയോം നമുക്കുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പച്ചക്കറികളും വരുന്ന ഒരു ഡയറ്റ് ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഇത് കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ അബ്ഡോമിനൽ ഒബിസിറ്റി പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഹെൽത്തി പ്ലേറ്റിംഗ് വരുമ്പം എക്സസ് ഫാറ്റ് ഡെപ്പോസിഷൻ കുറയും. നിങ്ങൾ എല്ലാവരും ഇൻസുലിൻ കേട്ടിട്ടുണ്ടാവും. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മളെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു ബാലൻസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇൻസുലിന്റെ ഒരു ഉത്തരവാദിത്തം. ഈ ഇൻസുലിൻ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുമെങ്കിലും ഓരോ സെൽസിലും പോയിട്ട് ഇത് ആക്ട് ചെയ്യണം. പക്ഷെ നിങ്ങളെ ശരീരത്തിൽ ഫാറ്റ് ഒരുപാടാണെങ്കിൽ ഈ ഇൻസുലിന് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൽസിൽ പോയി ആക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ ഡയബറ്റിസ് ആവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഒരു ഹെൽത്തി ഡയറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഒരു എക്സസ് ഫാറ്റ് ഡെപ്പോസിഷൻ നടക്കില്ല. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസിന് പകരം അവിടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. എത്ര ഇൻസുലിൻ നിങ്ങളെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നോ അതെല്ലാം സെൽസിന് സെൻസിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സസ് ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാൻ പറ്റും. ഇനി അഡിക്വേറ്റ് പ്രോട്ടീൻ ഞാൻ പറഞ്ഞിരുന്നു. അഡിക്വേറ്റ് പ്രോട്ടീൻ വരുമ്പം നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ നമ്മളുടെ മസിൽസ് എല്ലാം എന്താവും, സ്റ്റിമുലേറ്റഡ് ആയിരിക്കും. നല്ല മസിൽസും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അലോങ് വിത്ത് ദാറ്റ് ബവൽ ഹാബിറ്റ്സ്, നല്ല ഹൈഡ്രേറ്റിങ്ങും നല്ല ഫൈബർ ഉള്ള ഒരു ഭക്ഷണ രീതിയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ ഒരു പ്ലേറ്റിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ നേരവും നിങ്ങൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ പ്ലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകത ഉണ്ട്, ലഞ്ചിനുണ്ട്, ഡിന്നറിനുണ്ട്, സ്നാക്കിങ്ങിനുണ്ട്. ഓക്കെ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആസ് ദ നെയിം ടെൽസ് യു ഇറ്റ് ഇസ് ബ്രേക്കിംഗ് യുവർ ഫാസ്റ്റ്. ഇപ്പൊ 8 മണിക്കൂറോളം നിങ്ങൾ ഉറങ്ങിയതിന് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എനർജി ഡെൻസ് ആയിരിക്കണം. കാരണം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു 11 o'clock 12 നിങ്ങൾക്ക് വിശക്കാൻ പാടില്ല. സോ യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ഹൈലി റിച്ച് ഇൻ പ്രോട്ടീൻ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പുട്ടും കടലയുമാണ് എടുക്കുന്നതെങ്കിൽ ഒരു പീസ് പുട്ടെടുക്കുമ്പോൾ അതേ അളവിൽ നിങ്ങൾ കടല എടുക്കാൻ ശ്രദ്ധിക്കുക. നോർമലി നമ്മൾ പുട്ടും അതിലേക്ക് കുറച്ച് ചാറും മാത്രം ഉപയോഗിക്കുന്ന രീതിയാണെങ്കിൽ അത് മാറ്റുക. കാരണം അവിടെ നിങ്ങൾക്ക് വേണ്ടത് എന്നെ ഓഡിബിൾ ആണോ ഞാൻ? ഹലോ. അതെ ഓഡിയോബിൾ ആണ്. ഓക്കെ. സോ താങ്ക് യു.
അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇഡ്ഡലി, ദോശ ഇങ്ങനത്തെ ഇതൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ പറ്റുമെങ്കിൽ നല്ല പച്ചക്കറികളുടെ കഷ്ണം വരുന്ന സാമ്പാർ അതിൽ ഉൾപ്പെടുത്താം. ഇനി സാമ്പാർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, റെസ്പെക്ടിങ് ദാറ്റ് ഫാക്ട്. അപ്പം അപ്പൊ ഇഡ്ഡലി ചട്നിയൊക്കെ പോലെ ഉള്ള ഒരു പ്ലേറ്റിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ ഒരു കുറച്ച് ബോയിൽഡ് പൾസസോ അങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ പോർഷൻ നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തണം. അത് കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആകുമ്പോൾ അതിന്റെ പ്രത്യേകത, പ്രോട്ടീൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സസ്റ്റെയിൻഡ് എനർജി റിലീസ് ആണ് പ്രോട്ടീൻ തരിക. മെല്ലെ ദഹിക്കുള്ളൂ, മെല്ലെ നിങ്ങൾക്ക് എനർജി തന്നുകൊണ്ടിരിക്കും. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സും അവിടെ വേണം. കാർബോഹൈഡ്രേറ്റ്സ് ആർ നോട്ട് എ പോയിസൺ. സ്മോൾ പോർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി റിലീസ് ചെയ്യും. സോ സൂൺ ആഫ്റ്റർ ദ ബ്രേക്ക്ഫാസ്റ്റ് യു നീഡ് എനർജി. അത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് തരും. സസ്റ്റെയിൻഡ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വർക്കിലേക്കോ അല്ലെ ആക്ടിവിറ്റിയിലേക്കോ ആണ് നമ്മൾ പോവുക. ആ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിലെ പ്രോട്ടീൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഹെൽപ്ഫുൾ ആവുന്നത്. ഇനി അതിന് ലഞ്ചിലേക്ക് പോകുമ്പം ദർ കംസ് ദ ഫൈബർ. മാക്സിമം ഫൈബർ ഉൾപ്പെടുന്ന, പ്രോട്ടീനും ഉൾപ്പെടുന്ന നല്ലൊരു ലഞ്ചാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് പിന്നെ അക്കോർഡിംഗ് ടു ദ ബോഡി കോമ്പോസിഷൻ, ഇപ്പൊ നിങ്ങളൊരു വെയിറ്റ് റിഡക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൽ ഫാറ്റ് വരുന്ന അളവ് കുറയ്ക്കാം. അതിന്റെ കുക്കിംഗ് മെത്തേഡ്സ് അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോൺ വെജ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഗ്രില്ല് ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഷാലോ ഫാറ്റ് ഫ്രൈയിങ്ങോ ഇല്ല പൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് അല്ലെ കറി പ്രിപ്പറേഷൻസ് ഒക്കെ ഉൾപ്പെടുത്താം. പക്ഷെ നേരത്തെ പറഞ്ഞ പ്ലേറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ മാക്സിമം വെജിറ്റബിൾസ് വരുന്ന ഒരു രീതി ഉൾപ്പെടുത്താം. നമ്മളുടെ ഒരു ആഹാര രീതിയിൽ സാധാരണ ചോറും കറിയുമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരു ഉപ്പേരി അല്ലെങ്കിൽ തോരൻ വരുന്ന രീതിയിൽ വേണം അതിന്റെ പ്രിപ്പറേഷൻ. കാരണം കറിയിൽ നമുക്ക് ഈ വെജിറ്റബിൾ കോൺട്രിബ്യൂഷൻ പൊതുവെ കുറവായിരിക്കും. അപ്പൊ നല്ലൊരു മാക്സിമം എമൗണ്ട് ഓഫ് വെജിറ്റബിൾസ് നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾ ടിഫിൻ ഓപ്പൺ ചെയ്താൽ അതിന്റെ പകുതി ഭാഗം വെജിറ്റബിൾസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പ്ലസ് പിന്നെ പറ്റുമെങ്കിൽ ലഞ്ചിന് നിങ്ങൾ നല്ലൊരു ഒരു ഹാഫ് കപ്പ് ഓഫ് കേർഡ് ഉൾപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹെൽത്തി ഗട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ലൈവ് ബാക്ടീരിയാസ് ഉള്ള പ്രൊപ്പോർഷൻ ആണ് തൈര് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തത് ഉൾപ്പെടുത്താം, ഇല്ലെങ്കിൽ മോര് ഉൾപ്പെടുത്താം. ആ ഒരു രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ലഞ്ചിന് ഉൾപ്പെടുത്തുക. കമ്പാരിറ്റീവ്ലി റൈസ് പ്രൊപ്പോർഷൻ കുറയ്ക്കുക. ഇതാണ് ലഞ്ചിന്റെ പ്രത്യേകത. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ, ഡിന്നർ എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ ഹാവിംഗ് ഡിന്നർ. സോ ഡിന്നറിന്റെ റൈസ് പ്രൊപ്പോർഷൻ അല്ലെ എനർജി കണ്ടന്റ് നല്ല കുറവായിരിക്കണം, ഫൈബർ കണ്ടന്റ് കൂടുതലായിരിക്കണം. ഇതാണ് ഡിന്നറിന്റെ പ്രത്യേകത. അപ്പൊ മാക്സിമം ഇപ്പൊ ഉച്ചക്ക് നിങ്ങൾ കുക്ക്ഡ് വെജിറ്റബിൾസ് ആണെങ്കിൽ രാത്രി വേണമെങ്കിൽ അത് സാലഡ് രൂപത്തിൽ കഴിക്കാം. ഇനി സാലഡ്സ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 2 നേരവും കുക്ക്ഡ് ഫോമിൽ കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ 350 gram ഇസ് ദ മിനിമം എമൗണ്ട് ഓഫ് വെജിറ്റബിൾസ് ദാറ്റ് യു ഷുഡ് ബി ഇൻക്ലൂഡിങ് ഇൻ വൺ ഡേ. അപ്പൊ ഒരു ദിവസം ഒരു 1.5 കപ്പ് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ 2 കപ്പിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ അത് ലഞ്ചിനും ഡിന്നറിനും നിങ്ങൾ നിർബന്ധമായിട്ടും പച്ചക്കറികൾ കഴിച്ചിരിക്കണം. എന്നാലേ നമുക്ക് മാക്സിമം വെജിറ്റബിൾസ്, ഫൈബർ ഇൻടേക്ക്, മൈക്രോ ന്യൂട്രിയൻസ് ഇൻടേക്ക്, അഡിക്വസി ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിരിക്കണം ഡിന്നർ, എന്നാലേ ഉള്ളൂ നമുക്ക്. കാരണം ഒരുപാട് ഹെവി ഡിന്നേഴ്സ് വരുമ്പോൾ നമുക്കത് നമ്മളുടെ ഡൈജഷൻ ഇഷ്യൂസ് വരും. വൈൽ സ്ലീപ്പിംഗ് നമ്മൾ ശരിക്കും ഡിന്നർ കഴിച്ച ഒരു 1.5 hours കഴിഞ്ഞിട്ടേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. എന്നാലേ നമ്മുടെ ശരീരത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് കിട്ടുള്ളൂ. പൊതുവെ വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് വെരി ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, എന്നിട്ട് ഡിന്നറിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹെവി. സോ അത് ഒന്ന് റിവേഴ്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല രാജാവിനെ പോലെ തന്നെ കഴിക്കണം. ഡിന്നറിലേക്ക് വരുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് മാറാൻ ശ്രദ്ധിക്കണം. ഡിന്നറിലും അതേപോലെ തന്നെ ലഞ്ചിലും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഡയറ്റ് ആവണം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ വെജിറ്റബിൾസ് ആണ്. അപ്പോൾ വെജിറ്റബിൾസിനെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ അഡിക്വേറ്റ് ഫൈബർ ഉൾപ്പെടുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ബവൽ ഹാബിറ്റ്സ് അഡിക്വസി ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് നമ്മളുടെ ശരീരത്തിൽ അതിന്റെ ഒരു അഭാവം ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിനെ പോലെ തന്നെ നമ്മൾ മാക്സിമം ഫൈബർ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഗട്ട് മൈക്രോബയോം, നമ്മളെ കുടലിലുള്ള എല്ലാ സൂക്ഷ്മാണുക്കളും ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കും. ഇത്രയാണ് ഡിന്നറിൽ പറയാനുള്ളത്. ഇനി അതിനോട് യോജിക്കുന്ന കുറച്ച് മറ്റു കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് വെള്ളം. ഇപ്പൊ വെള്ളം എന്ന് പറയുന്നത് കുടിക്കുന്നതിനും അതേപോലെ കുടിക്കുന്ന രീതിക്കും അതേപോലെ എത്ര കുടിക്കണം എന്നുള്ളതിനും അളവുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം എന്നുള്ളതാണ്. പൊതുവെ ആളുകൾ ഈ ഒരു ബിസി ഷെഡ്യൂളിലേക്ക് പോകുമ്പം കുറെ സമയം നമ്മളോട് മറന്നു പോകും വെള്ളം കുടിക്കാൻ. പിന്നെ ഒരു ബോട്ടിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത്
ഒരു 1 ലിറ്റർ ഓഫ് വെള്ളം നമ്മൾ ഒരൊറ്റ അടിക്ക് കുടിക്കുന്ന രീതി പലപ്പോഴും ആളുകളിൽ കാണാറുണ്ട്. അപ്പൊ ഞാൻ പൊതുവെ ആളുകൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചോദിക്കാറ്, നിങ്ങൾ ഒരു 2-3 ദിവസം ചെടി നനയ്ക്കാതെ കുറെ ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ ഒരു ചട്ടിയിലേക്ക് കോരി ഒഴിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ശരീരത്തിലേക്ക് ഒരു ഓവർലോഡ് കൊടുക്കുന്നത് നല്ലതല്ല. കിഡ്നി എപ്പോഴും നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ഓർഗനാണ്. കിഡ്നിന്റെയും ലിവറിന്റെ ഒക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ഷട്ട് ആവുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ ഒരു യൂറിനേഷൻ കംപ്ലീറ്റ്ലി മൂത്രം ഒഴിക്കുന്നത് കംപ്ലീറ്റ്ലി നിൽക്കാതെ അല്ലെങ്കിൽ കൈകാലുകളിൽ നല്ലൊരു നീര് വരാതെ കിഡ്നി വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് സ്ക്രീനിങ് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അറ്റ്ലീസ്റ്റ് മോർ ദാൻ 2 hours നിങ്ങൾ വെള്ളം കുടിക്കാത്ത ടൈമില്ല എന്ന് ഉറപ്പുവരുത്തുക. അതാണ് വെള്ളം കുടിക്കാനുള്ള രീതി. മിനിമം നിങ്ങളെ ബോഡി വെയിറ്റ് അനുസരിച്ചാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 1 കിലോക്ക് 30 to 35 ml ഓഫ് വാട്ടർ നിങ്ങൾ ഒരു ദിവസം കുടിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ വെയിറ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ വാട്ടർ റിക്വയർമെന്റ് കൂടുതലാണ് എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ മിനിമം ഒരാൾക്ക് 2 liters, നിയർലി 2 to 3 liters ഓഫ് വെള്ളം ഒരു ദിവസം കഴിക്കണം അക്കോർഡിംഗ് ടു യുവർ ബോഡി വെയിറ്റ്. ഇതാണ് വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കാനുള്ളത്. കഴിയുന്നതും ഇരുന്ന് തന്നെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. സിപ്പ് ബൈ സിപ്പ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒരൊറ്റ സിപ്പിൽ ഒരുപാട് ലാർജ് വോളിയം ഓഫ് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. ഇനി എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത് സോൾട്ട് ആണ്. സോ സോൾട്ട് എന്ന് പറയുന്നത് ഇപ്പം ലോക ആരോഗ്യ സംഘടന WHO പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ദിവസം 1 ടീസ്പൂണിൽ താഴെ അല്ല 5 ഗ്രാമിൽ താഴെ ഉപ്പ് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പക്ഷെ ഒരു ശരാശരി നമ്മളുടെ ഒരു ആവറേജ് ഇന്ത്യൻ ഇൻടേക്ക് ഇൻക്ലൂഡിങ് ഈ പപ്പടം, അച്ചാറ് പോലുള്ള എല്ലാ ഭക്ഷണവും ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മളൊരു ആവറേജ് ഇൻടേക്ക് ഇസ് മോർ ദാൻ 15 grams per day. അപ്പൊ അത്രയും കൂടുതലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഉപ്പ് കുറയ്ക്കുക എന്ന് പറയുമ്പം സോഡിയം കുറയ്ക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു മിനറലാണ് സോഡിയം. ഈ സോഡിയം എന്ന് പറയുന്നത് ഉപ്പിൽ മാത്രമല്ല, പാക്ഡ് ഫുഡ്സിൽ നിങ്ങൾക്കറിയാം, എല്ലാ പാക്ഡ് ഫുഡ്സും നമ്മൾ നോക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട് അല്ലെ. അപ്പൊ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് ഡേറ്റ് ടിൽ എക്സ്പയറി ഡേറ്റ് ആണ് അതിന്റെ ഷെൽഫ് ലൈഫ്. നമുക്ക് സേഫ് ആയിട്ട് അത് കഴിക്കാൻ പറ്റുന്ന ടൈം. ഇത് കീപ്പ് ചെയ്യാൻ പൊതുവെ എല്ലാ പാക്ഡ് ഫുഡ്സിലും നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. ഓൾമോസ്റ്റ് ഓൾ പ്രിസർവേറ്റീവ്സ് ആർ സോഡിയം കണ്ടെയ്നിങ്. സോ നമ്മൾ റെഡി ടു ഈറ്റ് ഫുഡ്സ് കഴിക്കുന്നത് കൂടുതലാണെങ്കിൽ നിങ്ങളെ സോഡിയം ഇൻടേക്ക് കൂടുതലാണ്. ഇനി നമ്മൾ ബേക്ക്ഡ് ഫുഡ്സ്, ബേക്കറി പ്രൊഡക്ട്സിലൊക്കെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ കുക്കിംഗ് സോഡ ഒക്കെ വരും. ഇതെല്ലാം സോഡിയം കണ്ടെയ്നിങ് ആണ്. സോ പ്ലസ് നിങ്ങളെ സോൾട്ടിലൂടെ വരുന്ന, നമ്മളിപ്പോൾ കറി ഉണ്ടാക്കിയാലും പിന്നെയും ടേബിളിൽ കൊണ്ടുപോയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കഴിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ എത്ര ഉപ്പുള്ള കറി ആണെങ്കിലും പിന്നെയും കുറച്ച് അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി റെഗുലർലി കഴിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. ഉപ്പ് നമ്മളുടെ കഴിക്കുന്നത് എങ്ങനെയായാലും അങ്ങനെ ഉൾപ്പെടുത്തി കഴിക്കുമ്പോൾ അളവ് കൂടിപ്പോവും. അപ്പോൾ മാക്സിമം ഫ്രഷ് ഫുഡ്സിലേക്ക് പോവുക. വളരെ ഒക്കേഷണലി മാത്രം ഇത്തരം ഭക്ഷണങ്ങളിലേക്ക് പോവുക. പിന്നെ സോൾട്ടിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാവില് രുചി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു അഡാപ്റ്റേഷൻ ആണ്. നമുക്ക് ഉപ്പ് കുറയ്ക്കുക എന്ന് പറയുമ്പം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റുക എന്ന് പറയുമ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 weeks എങ്കിലും അതിന് സമയം കൊടുക്കണം. എന്നാലേ നിങ്ങൾക്ക് ആ രുചിയിലേക്ക് നിങ്ങളെ നാവിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉപ്പ് കുറവുള്ള ഭക്ഷണം നല്ല കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഉപ്പ് കൂടുതലുള്ള രുചിനോടാണ് അവരുടെ നാവിന്റെ ഒരു ടേസ്റ്റ് ബഡ്സ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനൊരു ഡ്യൂറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുക. നമ്മളെ മെജോറിറ്റി ഓഫ് ദ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോൾട്ട് റിഡക്ഷൻ ആണ് എന്നാണ് WHO പറയുന്നത്. അപ്പൊ ചില്ലറക്കാരനല്ല സോഡിയം റിഡക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഷുഗർ ആണ്. ഷുഗർ നമ്മൾ നോർമൽ ഇൻടേക്ക് എന്ന് പറയുന്നത് 4 ടീസ്പൂൺ വരെയാണ്. 4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 20 gram ആണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇതിന്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു കോമ്പണന്റിലേക്ക് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ നിങ്ങൾ ഓരോ ടീസ്പൂൺ ഓഫ് ഷുഗേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ നിങ്ങൾ വല്ല സ്വീറ്റ്സും കഴിക്കുകയാണെങ്കിലും അതൊരു ബാലൻസ്ഡ് ഡയറ്റിന്റെ ഭാഗമേ ആവുള്ളൂ. ഡെയിലി ബേസിസിൽ നിങ്ങൾ ഒരു 5-6 ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഷുഗർ ഇൻടേക്ക് എക്സീഡ് ചെയ്യുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു ചായയിൽ തന്നെ നിങ്ങൾ 2-3 ടീസ്പൂൺ ഓഫ് ഷുഗേഴ്സ് ആഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് എക്സീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിർബന്ധമായിട്ടും വേണം. കാരണം ഈ റിഫൈൻഡ് ഫോം ഓഫ് ഷുഗേഴ്സ് അല്ലെ സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറയും, അതിൽ സാധാ പഞ്ചസാര വരും, ശർക്കര വരും, തേന് വരും, എല്ലാം ഇതിൽ വരും. അപ്പോൾ അതിന്റെ ഒരു എക്സസ് ഇൻടേക്ക് എന്ന് പറയുന്നത് ഡയബറ്റീസിലേക്ക് നയിക്കുന്ന ഒരു മേജർ ഫാക്ടറാണ്. ഇനി പറയാനുള്ളത് ഫാറ്റ്സിനെ കുറിച്ചാണ്. ഫാറ്റ്സ് നമ്മൾ പറയുമ്പോൾ 2 തരത്തിലുണ്ട്. നമ്മൾ പറയും ഗുഡ് ഫാറ്റ്സ്. ഇപ്പൊ അവക്കാഡോ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ
അവക്കാഡോ ഗുഡ് ഫാറ്റ്സ് ആണ്, അല്ലെങ്കിൽ ചില നട്ട്സുകൾ ഗുഡ് ആണ്, അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പം ഈ ഫ്രൈഡ് ഫുഡ്സിലൊക്കെ വരുന്ന ട്രാൻസ് ഫാറ്റ്സ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആയിട്ടുള്ള ബട്ടർ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, ഗീ, ഇതൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്, ഇത് മോശമാണ് എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അതിനെ നമുക്ക് കുറച്ചുകൂടെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ ചോദിച്ചാൽ, ശരീരത്തിൽ കുറച്ച് കൊഴുപ്പ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊഴുപ്പാണ് ശരിക്കും സാച്ചുറേറ്റഡ് ഫാറ്റ്സ്. സോ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമ്മൾ എക്സസ് ആയിട്ട് ഡയറ്റിലൂടെ വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് നമ്മളുടെ ഒരു മുഴുവൻ ഊർജത്തിന്റെയും ഒരു 10% താഴെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആയിട്ടുള്ള ഈ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പിന്നെ ബട്ടറോ അല്ലെങ്കിൽ ഗീ അല്ലെങ്കിൽ ഡാൽഡ ഒക്കെ പോലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സിൽ ചെറിയ അളവിൽ നമുക്ക് ഉൾപ്പെടുത്താം. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഉൾപ്പെടുത്താത്ത ഫാറ്റ് ആണ്. മീൻസ് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യാത്ത ഫാറ്റ് ആണ്. അതിലാണ് നമ്മൾ ഈ പറയുന്ന അവക്കാഡോ അല്ലെങ്കിൽ നട്ട്സ് ആയിട്ടുള്ള ആൽമണ്ട്, വാൾനട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ തവിടെണ്ണ, ഗൾഫിലൊക്കെ കുറച്ചും കൂടെ പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒലീവ് ഓയിൽ, ഇതെല്ലാം അൺസാച്ചുറേറ്റഡ് ഫോംസ് ഓഫ് ഫാറ്റ് ആണ്. അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പം എങ്ങനെയാന്ന് ചോദിച്ചാൽ, കട്ടിയാവുന്ന എണ്ണകളൊക്കെ സാച്ചുറേറ്റഡ് ആണ്. ഇപ്പൊ വെളിച്ചെണ്ണ നല്ല തണുപ്പാണെങ്കിൽ കട്ടിയാവും, പക്ഷെ ലിക്വിഡ് ഫോമിലുള്ള എണ്ണകൾ അൺസാച്ചുറേറ്റഡ് ആണ്. സോ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രീതി. പക്ഷെ ഏത് എണ്ണയാണെങ്കിലും ഒരു ദിവസം 5 ടീസ്പൂണിൽ കൂടുതൽ ഒരാൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക്. അത് നിങ്ങൾക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കറിയിലൊക്കെ സീസണിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, ഏറ്റവും മിനിമൽ ഓയിൽസ് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് നിങ്ങൾക്ക് ഫ്രൈഡ് ഫുഡ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾ മിനിമം ഓയിൽ കുക്കിംഗ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അത് ബാലൻസ്ഡ് ഡയറ്റിന്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ ഇതാണ് എനിക്ക് ഫാറ്റിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പൊതുവെ ഈ ഫാസ്റ്റ് ഫുഡ്സിലേക്ക് പറയുമ്പോൾ നമ്മൾ അതിനെ HFSS ഫുഡ്സ് എന്നാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുക. HFSS ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ഫാറ്റ്, ഷുഗർ, സോൾട്ട് കണ്ടെയ്നിങ് ഫുഡ്സ് ആണ്. ഇത് എല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കാരണക്കാരനാണ് ഈ ഒരു ആഹാര രീതി എന്ന് പറയുന്നത്. സോ അത് നമുക്കിപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു, ഫ്രീക്വൻസി കുറയ്ക്കുക. അതാണ് ഏറ്റവും ശരിയായ രീതി. കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യാതെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 1 വീക്ക് നിങ്ങളുടെ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങളുടെ ഒരു ഡയറ്റ് റിവ്യൂ എടുത്താൽ അതിൽ എത്ര തവണ ഫാസ്റ്റ് ഫുഡ്സ് വന്നിട്ടുണ്ടോ അതിന്റെ നേർപകുതിയിലേക്ക് വരുന്ന 3 മന്ത്സിന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹെൽത്തി ഡയറ്റ് പാറ്റേൺ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാക്കാൻ പറ്റും. നൗ കൗണ്ട് യുവർ ഫൈബർ. നാര് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസ് ഐ ടോൾഡ് യു, നിങ്ങൾ എന്ത് കഴിച്ചാലും അത് കുടൽ അബ്സോർബ് ചെയ്യണം. അത് കുടൽ അബ്സോർബ് ചെയ്യും. നമ്മൾ ന്യൂട്രിയന്റ് ഹാർവെസ്റ്റിംഗ് എന്നാണ് പറയാം. അപ്പൊ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് IBS ഒക്കെ ഉള്ള ആളുകൾ ഈ കേൾക്കുന്നവരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർക്ക് IBS വരുമ്പോൾ ഭയങ്കര ഇറിറ്റബിൾ ആയിട്ട് കണ്ടിന്യൂസ് ഡയറിയ അല്ലെങ്കിൽ ലൂസ് സ്റ്റൂൾസ് വന്നുകൊണ്ടിരിക്കും. അവിടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നും അബ്സോർബ് ആവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ മാൽ അബ്സോർപ്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അതല്ലാതെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉള്ളവരും ഉണ്ടാവും. അതും നമ്മളുടെ ബവലിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ബവലിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, അതിൽ നല്ലൊരു അളവിൽ ഫൈബർ വന്നിരിക്കണം. അപ്പൊ അതാണ് നമ്മളെ ബവലിനെ ഹെൽത്തി ആക്കുന്നത്. ഹെൽത്തി ബവൽ ഇസ് ഓൾവേസ് ഹാപ്പി. നല്ല പച്ചക്കറികൾ വരുന്ന, വേരീഡ് ആയിട്ടുള്ള ഫൈബർ ഇൻടേക്ക് വരുന്ന ആളുകളിൽ സ്ട്രെസ് നല്ല കുറവാണെന്നും അവരുടെ ഇമ്പൾസീവ് റിയാക്ഷൻസ് കുറവാണെന്നും അവരുടെ ക്രൈസിസ് മാനേജ്മെന്റ് വ്യത്യാസമാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. സോ ഹെൽത്തി ടൈംലി മീൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ യുവർ ഗട്ട് ഹെൽത്തി. അത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇനി നല്ലൊരു ഫൈബർ റിച്ച് ഡയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾ കുറയാനുമുള്ള ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ആണ്. അതേപോലെ വെയിറ്റ് റിഡക്ഷൻ ഡയറ്റിലേക്ക് പോകുന്ന ആളുകളാണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ പകരം നിങ്ങളുടെ പ്ലേറ്റ് നല്ലൊരു ഫൈബർ റിച്ച് ഡയറ്റിലേക്ക് മാറ്റുമ്പോൾ നല്ല ആക്റ്റീവായി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷനും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈറ്റിംഗ് ഹാബിറ്റ്സിലേക്ക് വരികയാണ്. ഈറ്റിംഗ് ഹാബിറ്റ്സിൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് സ്ലോ ഈറ്റിംഗ് ആണ്. നിങ്ങൾ സ്ലോ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളുടെ ഫസ്റ്റ് ഡൈജഷൻ നടക്കുന്നത് നമ്മളെ വായിലാണ്. വായിൽ നമുക്ക് ഉമിനീര് എല്ലാവർക്കും അറിയാം. ഉമിനീര് നമ്മൾ സയന്റിഫിക്കലി അതിനെ ടേം ചെയ്യുക സലൈവറി അമൈലേസ് എന്നാണ്. അതൊരു എൻസൈം ആണ്. നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണം ഫസ്റ്റ് ഡൈജസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ വായന്റെ ഉള്ളിൽ നിന്നാണ്. അതിന് നമ്മൾ ശരിക്കും എത്ര തവണ ചൂ ചെയ്യണം എന്ന് വെച്ചാൽ നന്നായി ചവച്ചൊരു കുഴമ്പ് രൂപത്തിലാവുന്ന വരെ നമ്മൾ ചവയ്ക്കണം എന്നാണ് പറയാ. സോ മാക്സിമം ചൂ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ബൈറ്റ് എടുത്താലും ഒരു ഇന്റർവെൽ എടുക്കുക. എന്നിട്ട് നന്നായി ചൂ ചെയ്ത് മാത്രം ഭക്ഷണം ഇറക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം അതിനോട് അത് നമുക്ക് എങ്ങനെ പോസിബിൾ ആക്കാന്ന് വെച്ചാൽ
തിരക്കുകൾക്കിടയിൽ കഴിക്കാതെ ഭക്ഷണത്തിന് വേണ്ടി നമ്മളൊരു ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മൾ മാക്സിമം നന്നായി കഴിക്കുമ്പം സ്ലോ ആയിട്ട് കഴിക്കുമ്പം നമുക്ക് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ അഡിക്വേറ്റ് ആവും, നമ്മളുടെ ദഹന പ്രക്രിയ നല്ലതായിരിക്കും എന്നുള്ളതാണ് ച്യൂയിങ്ങിന്റെ മറ്റൊരു ഗുണം. പിന്നെ നമ്മൾ ഒരിക്കലും ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് വാട്ട് എവർ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിക്കോട്ടെ, ഭക്ഷണം ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇൻ റിഗാർഡ്സ് ടു യുവർ നിങ്ങൾ ബിസി ഷെഡ്യൂൾസ് ആയിരിക്കാം, വെയിറ്റ് റിഡക്ഷൻ എന്നുള്ള മോട്ടീവിലായിരിക്കാം. ഭക്ഷണം സ്കിപ്പ് ചെയ്യുമ്പം നമ്മളുടെ ഡ്യൂറേഷൻ ഓഫ് മീൽ ടൈമിങ്സ് കൂടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവും, നമ്മൾക്ക് ക്ഷീണം കൂടും, നമുക്ക് അതിനനുസരിച്ചുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും, നമ്മുടെ മെറ്റബോളിസം മാറും. നമ്മൾ ഒരു ടൈം കഴിഞ്ഞ് പിന്നെ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യാനുള്ള കാരണം അതാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും മിനിമൽ ആക്കുകയോ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾ ഡിന്നറിലേക്ക് ഓവർ ഈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാരണം അതാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരുപാട് കാലം മീൽസ് സ്കിപ്പ് ചെയ്ത് എനർജി ഇംബാലൻസിൽ നിൽക്കുന്ന ആളുകളിൽ ബ്ലഡ് ഷുഗർ ലെവൽസ് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യാതെ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കലയാണ്. അതിൽ കുറെ കോമ്പണൻസ് ഉണ്ട്. നമ്മൾ ഏതൊരു കാര്യവും നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടേം ആണ് ആക്ച്വലി മൈൻഡ്ഫുൾനെസ്. നമ്മൾ ആക്ടിവിറ്റിയിലാണെങ്കിലും ഒക്കെ മൈൻഡ്ഫുൾനെസ് ഈവൻ ഇൻ വർക്ക് ഓൾസോ മൈൻഡ്ഫുൾനെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻ ഈറ്റിംഗ് ഹൗ യു ക്യാൻ മെയിൻറ്റെയിൻ മൈൻഡ്ഫുൾനെസ്, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ നന്നായി ചവച്ചരച്ച് കഴിക്കുക, ചെറിയ ചെറിയ ബൈറ്റ്സ് ആയിട്ട് എടുക്കുക, ഓരോ ബൈറ്റിലും നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഫാമിലി ഓൾ ടുഗെദർ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടെ ടുഗെദർനെസ് കീപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അതേപോലെ പ്ലേറ്റിൽ തന്നെ കഴിക്കുക ഭക്ഷണം. പിന്നെ നമ്മൾ പാക്കറ്റ് ഫുഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവാതിരിക്കുക. അപ്പം ഫാറ്റ് ഫ്രീ എന്നൊക്കെ പറയുമെങ്കിലും അതിൽ ഷുഗർ കണ്ടന്റ് മേ ബി കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ സോൾട്ട് ഓവർലോഡ് ഉണ്ടാവാം. അപ്പോൾ ഫ്രഷ് ഫുഡ്സിലേക്ക് തന്നെ മാക്സിമം പോവുക. നമ്മൾ സ്ക്രീൻ ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഭക്ഷണം ഒരിക്കലും കഴിക്കാതിരിക്കുക. ഏറ്റവും നല്ല രീതി മൈൻഡ്ഫുൾനെസ്സിന് എന്ന് പറയുന്നത് നിങ്ങളൊരു ഭക്ഷണം വായിലിട്ട് കഴിഞ്ഞാൽ കണ്ണടച്ച് ഇപ്പം ഓരോ ബൈറ്റും അതെങ്ങനെ വീണ്ടും കഷ്ണങ്ങളായി വായന്റെ ഉള്ളിൽ നിന്ന് മാറുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ അതാണ് യഥാർത്ഥ മൈൻഡ്ഫുൾനെസ് എന്നാണ്. പക്ഷെ പ്രാക്ടിക്കലി കുറെ ചലഞ്ചസ് ഉണ്ടാവും അങ്ങനെയൊക്കെ കഴിക്കാൻ. എന്നാലും മാക്സിമം ടേബിളിൽ ഇരുന്ന് ഒരു പ്ലേറ്റിൽ ഇരുന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിനോട് കൂടിയിട്ട് അത്യാവശ്യം നന്നായി ചവച്ചരച്ച് കഴിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് മൈൻഡ്ഫുൾ ഈറ്റിങ്ങിന്റെ ഒരു ഭാഗമാക്കാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ മൈൻഡ്ഫുൾനെസ് നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളിൽ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ഒന്ന് നമുക്ക് ഹെൽത്തി ഈ കിച്ചൺ ഗാർഡൻ പോലെയുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഫാമിംഗ് ആൻഡ് ദെൻ ഫോക്കിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് അവര് ചെറിയ കിച്ചൺ ഗാർഡൻ ആയാലും കുഴപ്പമില്ല, അവര് പിന്നെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്നും പാകം ചെയ്ത ആഹാരങ്ങൾ അവർ കഴിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് ഫാമിലിയിലും മെമ്പേഴ്സിലും അതിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്ന് പഠനങ്ങൾ പറയുന്നു. സോ ഇതൊക്കെയാണ് ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്കൊരു ഹെൽത്തി പ്ലേറ്റിംഗ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി സ്ലീപ്പിംഗ് പറയുമ്പോൾ ഹെൽത്തി സ്ലീപ്പിംഗ് ഉണ്ട്. ഹെൽത്തി സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് ആണ്. 6 hours ഓഫ് അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ് ആണ് അതിൽ പറയുന്നത്. നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള സാധ്യത കുറയ്ക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. നമ്മൾ പറയുന്ന നേരത്തെ പറഞ്ഞ പ്രോട്ടീൻസ് ഒരുപാട് നമ്മൾ സോഴ്സസ് പറഞ്ഞു. ഈ പ്രോട്ടീൻ സോഴ്സസ് നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും ഫിസിക്കലി ഇനാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ മസിൽസ് ഒരിക്കലും സ്റ്റിമുലേറ്റഡ് ആവില്ല. അതിന്റെ ഒരു സാഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്ന പ്രോട്ടീൻ ഒക്കെ മസിൽസുകളിലേക്ക് പോവാതെ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഫാറ്റ് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബോഡി. നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഒരു 2 to 3 hours ഓഫ് ജിം ടൈം അല്ല. എക്സസൈസസ് ലൈക്ക് എ പ്ലാൻഡ് ആക്ടിവിറ്റി, അത് ജിമ്മിൽ പോയി നിങ്ങൾക്ക് ചെയ്യാം. ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളെ കുട്ടികളുടെ കൂടെ പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പണ്ട് കളിക്കുന്ന പോലെ ഉള്ള എനി കുറച്ച് ഫിസിക്കലി ആക്റ്റീവ് ആവുന്ന എനി കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്, ഇറ്റ് ക്യാൻ ബി എ സൈക്ലിംഗ്, ഇറ്റ് ക്യാൻ ബി സ്കിപ്പിംഗ് ഓർ സിംപ്ലി എ മിയർ വാക്ക് വിത്ത് യുവർ ഫാമിലി. അങ്ങനത്തെ ഏത് ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാം. ഒരു 150 minutes ഒരു വീക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ഫിസിക്കലി ആക്റ്റീവ് എന്നുള്ള ഒരു ക്രൈറ്റീരിയയിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആവും. സോ ഒരു അരമണിക്കൂർ ഒരു 4 ദിവസം ചെയ്താൽ മതി. ഡെയിലി ചെയ്യണം എന്നില്ല. പിന്നെ അതൊരു വെയിറ്റ് റിഡക്ഷനിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഷുഡ് ബി സംവാട്ട് മോർ പ്ലാൻഡ്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം.
ഇനി കുട്ടികളിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം? കുട്ടികളിലേക്ക് വരുമ്പം ശരിക്കും നമ്മൾ ഫസ്റ്റ് 6 മന്ത്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കംപ്ലീറ്റ് ബ്രസ്റ്റ് മിൽക്ക് ആണ് അവർക്ക് കൊടുക്കുക. 6 മന്ത്സ് കഴിയുമ്പോഴാണ് നമ്മൾ വീനിങ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മൾ വീനിങ്, അതായത് 6 മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം ആദ്യം കുറുക്ക് രൂപത്തിലുള്ളതൊക്കെ തുടങ്ങി ഒരു 8 മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫിംഗർ ഫുഡ്സ് കൊടുക്കും. അതാണ് അതിന്റെ രീതി. ഫിംഗർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ ഒരു ക്യാരറ്റ് വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി, ഇറ്റ് ഷുഡ് ബി സംവാട്ട് സോഫ്റ്റ്, കൈകൊണ്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ അത് അമരൻ പാകത്തിലുള്ള കഷ്ണങ്ങളാക്കി അവർക്ക് ജസ്റ്റ് പ്ലേറ്റിൽ കൊടുക്കുക. അവരത് ഫിംഗർ കൊണ്ട് തന്നെ എടുത്ത് കഴിക്കാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ഒരു 8-9 മന്ത്സിൽ അവർക്ക് കൊടുക്കണം. ഒരു വയസ്സാവുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഒരു നോർമൽ ഡയറ്റ് പാറ്റേണിലുള്ള എല്ലാ ഭക്ഷണങ്ങളും കുട്ടികൾ കഴിക്കാൻ പാകത്തിലേക്ക് മാറണം. പക്ഷെ നോർമലി കണ്ടുവരുന്ന രീതി 2-3 വയസ്സ് വരെ കുറുക്ക് രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ അവർക്ക് ടേസ്റ്റ് വേരിയേഷൻ ഉണ്ടാവില്ല, ചൂസി ആവും കുട്ടികൾ, എല്ലാ ഭക്ഷണവും കഴിക്കാൻ അവർക്ക് മടി ഉണ്ടാവും. അപ്പൊ എല്ലാ ഭക്ഷണങ്ങളും ഒരു വയസ്സിന്റെ ഉള്ളിൽ തന്നെ 6 to 1 months ഉള്ളിൽ തന്നെ 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം എല്ലാ ഫുഡ്സും കൊടുക്കാം. മേ ബി അതിന്റെ പരുവം വ്യത്യാസം ഉണ്ടാവും. നിങ്ങളൊരു പീസ് വായിലിടുന്നത് അവർക്ക് കുറച്ച് കറി കൂട്ടി നന്നായി ഉടച്ച് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ അതിനെ മാറ്റാം എന്നുള്ളതാണ്. കാരണം അവർക്ക് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ട് കൊടുക്കണം ഭക്ഷണം. അത് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കുട്ടികളിൽ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ന്യൂട്രീഷൻ ഏരിയ. സോ എന്തൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് വെച്ചാൽ ന്യൂട്രിയൻ ഡെൻസ് ആവും. അവർക്ക് മോർ ഫൈബേഴ്സ് അല്ല, അവർക്ക് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള, അതായത് നല്ല എനർജി വരുന്ന, ഇപ്പം നല്ല ഇതുപോലെ പ്രോട്ടീൻ അടങ്ങിയ അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പം അവർക്ക് പച്ചക്കറികളൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഉൾപ്പെടുത്തുന്നത് മണ്ണിനടിയിലുള്ള പച്ചക്കറികളാണ്. അപ്പൊ അതിൽ കുറച്ചും കൂടെ എനർജി, കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ സ്റ്റാർച്ച് കൂടുതലാണ്. ഇനി ഒരു 2 കൺസെപ്റ്റ് ഉണ്ട്, ന്യൂട്രിയൻ ഡെൻസ് ആൻഡ് കാലറി ഡെൻസ്. കാലറി ഡെൻസ് എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ ഷുഗറി അല്ലെങ്കിൽ ഫാറ്റി ഫുഡ്സിലേക്ക് പോകുമ്പോഴാണ് കാലറി ഡെൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻ ഡെൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോഷകങ്ങളും അതിൽ വരണം. അതിൽ മാക്രോ ന്യൂട്രിയൻസ് വരണം, മൈക്രോ ന്യൂട്രിയൻസ് വരണം. ഇപ്പൊ ഈ പറയുന്ന ഭക്ഷണങ്ങളെല്ലാം അതിൽ വരുമ്പോഴാണ് അത് ന്യൂട്രിയൻ ഡെൻസ് ആവുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന സ്ക്രീൻ ടൈം, അത് നിർബന്ധമായിട്ട് ഭക്ഷണ സമയങ്ങളിൽ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഭക്ഷണം നമ്മൾ എത്ര കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു എന്നറിയൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സംഭവിക്കാതെ പോകും. നമ്മൾ സ്ക്രീൻ ടൈമിലൂടെ കുട്ടികളെ ഫീഡ് ചെയ്യുമ്പോൾ കുട്ടികളെ ഫിസിക്കലി ആക്റ്റീവ് ആവാനുള്ള ഒരു ടൈം അവർക്ക് കൊടുക്കുക. അങ്ങനെ വരുമ്പം അവരുടെ ഹാബിറ്റ്സും, അതെ ഭക്ഷണ രീതിയും അതേപോലെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സും കുറച്ചും കൂടി ഒരു പാറ്റേണിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ കോമൺലി കുട്ടികളിൽ കണ്ടുവരുന്ന ഡെഫിഷ്യൻസീസ് ആണ് അയൺ, വിറ്റമിൻ എ ആൻഡ് ഡി ഡെഫിഷ്യൻസി. പിന്നെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികളിൽ പ്രോട്ടീൻ, എനർജിന്റെ ഒരു ഡെഫിഷ്യൻസിയും കാണാറുണ്ട്. അപ്പൊ അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് അളവ് കുറവുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കൺസൾട്ട് ചെയ്ത് സപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. അയൺ റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 2 രീതിയിൽ പറയും. ഒന്ന്, നമ്മൾ നോൺ വെജിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്ന ഇപ്പൊ ബീഫ് അല്ലെങ്കിൽ റെഡ് മീറ്റ്സ് എന്ന് പറയും, റെഡ് കളേർഡ് ആയിട്ടുള്ള എല്ലാ ഇറച്ചികളിലും നല്ല രീതിയിൽ നമുക്ക് അയൺ റിച്ച് ആണ്. അപ്പൊ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഫോക്കസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളെല്ലാം, അതേപോലെ ഫിഗ്, അതേപോലെ ഈത്തപ്പഴം, ഇങ്ങനത്തതിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിന്നെ അയൺ റിച്ച് ആണ്. പക്ഷെ അതിൽ നമ്മൾ വെജിറ്റബിൾസിലേക്ക് വരുമ്പോൾ, വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ അല്ലെ വെജിറ്റേറിയൻ സോഴ്സസ് പറയുമ്പോൾ നമ്മൾ അതിന്റെ അയൺ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വിറ്റമിൻ സിന്റെ കൂടെ ഒരു സപ്പോർട്ട് അതിന് വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുട്ടിക്ക് ഇപ്പോൾ ചീര ഉപ്പേരിയും ചോറും കൂടി കൊടുക്കുകയാണെങ്കിൽ ചീരയിലുള്ള അയണിന്റെ അബ്സോർപ്ഷൻ മാക്സിമൈസ് ചെയ്യാൻ നമുക്ക് വിറ്റമിൻ സിന്റെ ഒരു അളവും കൂടെ അവിടെ കൊടുക്കണം. സോ സൂൺ ആഫ്റ്റർ ലഞ്ച് നിങ്ങൾക്ക് ഒരു 2-3 അല്ലി ഓറഞ്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കഷ്ണം പേരക്കയോ അല്ലെങ്കിൽ ഒരു ലൈം ജ്യൂസോ അങ്ങനെയുള്ളത് ഉൾപ്പെടുത്തുമ്പോഴാണ് മാക്സിമം അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നത്. ഇത് അഡൾട്ട്സിലും ബാധകമാണ്. നമ്മളിപ്പം പിന്നെ ഈ അയൺ ഡെഫിഷ്യൻസിയിൽ നിങ്ങൾ ഒരുപാട് ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താലേ നമുക്ക് മാക്സിമം അയൺ അബ്സോർപ്ഷൻ അവിടെ നടക്കുള്ളൂ. പിന്നെ വിറ്റമിൻ എ, ഡി ഡെഫിഷ്യൻസി ഒക്കെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഇന്ത്യൻ ഒരു ലിവിങ് സിനാരിയോയിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 2 ഇയേഴ്സ് വരെ നമുക്ക് 6 മന്ത്സ് കൂടുമ്പം വിറ്റമിൻ എ സപ്ലിമെന്റേഷൻ നിർബന്ധമാണ്. അതല്ല എങ്കിൽ നമ്മൾ ഈ വിറ്റമിൻ എന്റെ പ്രത്യേകത നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവാൻ പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽ യെല്ലോ കളേർഡ് ആണ് വിറ്റമിൻ എ. ഇപ്പൊ നമ്മൾ എല്ലാ ഓറഞ്ച് യെല്ലോ കളേർഡ് ഭക്ഷണങ്ങളിലും വിറ്റമിൻ എ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാരറ്റ്, പപ്പായ അല്ലെങ്കിൽ പംകിൻ, ഈ പറയുന്നതിലും ഗ്രീൻ ലീവ്സിലും ഡാർക്ക് കളേർഡ് പിഗ്മെന്റഡിലൊക്കെ നമുക്ക് വിറ്റമിൻ എ കാണാൻ പറ്റും. അപ്പൊ അത്തരം ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി മാറി മാറി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സൺഷൈൻ വിറ്റമിൻ ആണ്. ഏറ്റവും നല്ല സ്രോതസ് എപ്പോഴും സൂര്യപ്രകാശം തന്നെയാണ്.
പക്ഷെ അതല്ലാതെ നമ്മൾ ഇപ്പം ഓർഗൻ മീറ്റ്സ്, ലിവർ, അങ്ങനത്തെ കക്ക് കരൾ എന്നൊക്കെ നിങ്ങൾക്ക് പറയും, ബ്രെയിൻ, ഇതെല്ലാം നമ്മൾ ഇപ്പം വിറ്റമിൻ ഡി റിച്ച് ആണ്. അതേപോലെ പറയുകയാണെങ്കിൽ വിറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ഓയിൽസ്, നിങ്ങളിപ്പോൾ ഓയിൽസ് പാക്കറ്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ F+ എന്നുള്ള ഒരു ബ്ലൂ ലോഗോ ഉണ്ടെങ്കിൽ അതിൽ വിറ്റമിൻ ഡി എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അത്തരം ഓയിൽസ് യൂസ് ചെയ്യാം. അതൊക്കെ വിറ്റമിൻ ഡി എൻഹാൻസ് ചെയ്യാൻ, നമ്മളെ ഡയറ്റിലൂടെ എൻഹാൻസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഇനി സൂര്യപ്രകാശം കൊള്ളുകയാണെങ്കിൽ ഒരു മിനിമം നല്ല സണ്ണി ആയിട്ടുള്ള ഡേ ആണെങ്കിൽ 9 to 10, മാക്സിമം ടു 11 വരുന്ന മാക്സിമം സ്കിൻ എക്സ്പോഷർ, ഡയറക്റ്റ് സ്കിന്നിലേക്ക് സൂര്യപ്രകാശം തട്ടണം. എന്നാലേ നമുക്ക് വിറ്റമിൻ ഡി ഉൽപാദനം നടക്കുള്ളൂ. അതേപോലെ സൺസ്ക്രീനോ അതേപോലെ പിന്നെ എന്തെങ്കിലും ഗ്ലാസസോ ഇങ്ങനത്തെ അല്ലെങ്കിൽ ക്ലോത്ത്സ്, ഇതൊക്കെ വിറ്റമിൻ ഡി ഉൽപാദനത്തിന് ബാരിയേഴ്സ് ആണ്. ഡയറക്റ്റ് സ്കിൻ എക്സ്പോഷർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നല്ല ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കൺസൾട്ടേഷനിലൂടെ സപ്ലിമെന്റ്സ് ഡോക്ടേഴ്സ് ഫോളോ അപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതുമാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ ഏറ്റവും മുന്നിൽ കാണുന്ന ഡയബറ്റിസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, കേരള ഈസ് നോൺ ആസ് ദ ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരള. സോ ഹൗ വി ഡെവലപ്പ് ഡയബറ്റിസ്? നമ്മൾ ഡയബറ്റിസ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ പാരന്റിനാണ് ഉള്ളതെങ്കിൽ 30% ഉണ്ട്. ബോത്ത് പാരന്റ്സിനാണെങ്കിൽ നിങ്ങൾക്ക് 50% ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഒരു അൺഹെൽതി ഡയറ്റ് പാറ്റേൺ ആണെങ്കിൽ നിങ്ങൾക്ക് സാധ്യത ഉണ്ട്. ഫിസിക്കൽ ഇനാക്ടിവിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് സാധ്യത ഉണ്ട്. നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ ഒബീസ് ആണെങ്കിൽ നിങ്ങൾക്ക് സാധ്യത ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഡയബറ്റിസ് വരാനുള്ള കാരണങ്ങൾ. സോ അത് നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ളത്, ഒന്ന് നിങ്ങൾക്കറിയാം, ഹെൽത്തി പ്ലേറ്റിംഗ് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ഡയബറ്റിസ് വന്ന ഒരാൾ എങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടേം ആണ്. ഒരു 100 ഗ്രാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഷുഗർ കൂടും, രക്തത്തിൽ എത്ര പഞ്ചസാരന്റെ അളവ് കൂടും എന്ന് പറയുന്ന ഒരു തോതാണ്, അല്ലെങ്കിൽ ഒരു സ്കെയിലിംഗ് ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ്. 0 to 100 ആണ് അതിന്റെ ഒരു സ്കെയിലിംഗ് വരുന്നത്. 50 ഓർ ബിലോ നമ്മൾ അതിനെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നാണ് പറയുക. പ്രത്യേകിച്ച് അത് ഡയബറ്റിസ് ആണെങ്കിൽ നമ്മൾ 50 ബിലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അത് എല്ലാ വെറൈറ്റീസിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം സീരിയൽസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള, നമ്മൾ പോളിഷ്ഡ് റൈസ് ഉപയോഗിക്കുന്നതിനേക്കാളും തവിടോട് കൂടി വരുന്ന മട്ടയൊക്കെ പോലുള്ള റൈസ് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, പൾസസ് എല്ലാം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ വരുന്നതാണ്. ഫ്രൂട്ട്സിൽ നേരത്തെ പറഞ്ഞ മധുരം കൂടുതലുള്ളത് ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞിരുന്നു. അതല്ലാത്ത ഫ്രൂട്ട്സുകൾ, ഇപ്പൊ ആപ്പിൾ, പെയർ, പാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ ഗോവ, ഓറഞ്ച്, ഇതെല്ലാം പിന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നതാണ്. ഇനി ഇതേ നിങ്ങളൊരു വെയിറ്റ് റിഡക്ഷനിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് പറയുമ്പം പിന്നെ നമ്മൾ സോയിലിൽ താഴെ, മണ്ണിന് താഴെ വളരുന്ന വെജിറ്റബിൾസ് എല്ലാം ഗ്ലൈസിമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സോ മണ്ണിന് മുകളിൽ വളരുന്ന പച്ചക്കറികളിലേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇഫ് യു ആർ എ ഡയബറ്റിക്. അതുപോലെ പാലുൽപ്പന്നങ്ങൾ, ഇനിയിപ്പോൾ പാൽ അലർജി ഉള്ളവരാണെങ്കിൽ ആൽമണ്ട് മിൽക്കോ സോയ മിൽക്കൊക്കെ പോലുള്ള മിൽക്ക് ഓൾട്ടർനേറ്റീവ്സ്, ഇതെല്ലാം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ വരുന്നതാണ്. മെജോറിറ്റി ഓഫ് ദ നട്ട്സ് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. ഇനി പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രോട്ടീൻ ഞാൻ പറഞ്ഞു ഓൾറെഡി, മെല്ലെയാണ് എനർജി റിലീസ് വരുള്ളൂ. അപ്പൊ മെല്ലെ സാവധാനം മാത്രമാണ് രക്തത്തിലേക്ക് പഞ്ചസാരയായിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് വരുള്ളൂ. സോ ഒരു ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഫൈബറും പ്രോട്ടീനും കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് കുറവും അടങ്ങുന്ന ഒരു പ്ലേറ്റ് ആയിരിക്കണം ഡയബറ്റിക് പ്ലേറ്റ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുന്നത് അരി മാറ്റി 2 ചപ്പാത്തിയും കുറച്ച് കറിയും മാത്രം വരുന്ന വിശന്നിരിക്കുന്ന പ്ലേറ്റ് ആവുന്നത് പലപ്പോഴും കാണാറുണ്ട്. സോ വയറ് നിറഞ്ഞിരിക്കുക എന്നത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആപ്പറ്റൈറ്റ് കൺട്രോൾ ആയിരിക്കണം. കാരണം വിശന്നിരിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ നിന്ന് തന്നെ ഈ സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസ് അത് റിലീസ് ആവും. അപ്പോൾ ഓൾറെഡി ഈ ഇംബാലൻസ് തെറ്റിയിരിക്കുന്ന ആളുകളിൽ വിശന്നിരിക്കുമ്പോൾ ശരീരം തന്നെ ഷുഗർ കൂട്ടാൻ നോക്കുകയും ആ സമയം വളരെ ചെറിയൊരു പോർഷൻ ഫുഡ് കഴിക്കുകയും ചെയ്താൽ കഴിച്ചു കഴിഞ്ഞാലുള്ള ഷുഗർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും ടൈംലി ആയിട്ട് എന്നാൽ അഡിക്വേറ്റ് പോർഷനിൽ ഷുഗർ ഉള്ള അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഒരു സിമ്പിൾ ഒരു പ്ലേറ്റിംഗ് ആണ് ഇത്. ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദ പ്രീവിയസ് പ്ലേറ്റിംഗ്. ഈ ഒരു പ്ലേറ്റിലേക്ക് വളരെ സിമിലർ ആണ്. ഇതിലാകെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണങ്ങൾ ഇതിലേക്ക് ചൂസ് ചെയ്ത് മാത്രം പ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നിങ്ങളെ പ്ലേറ്റ് എപ്പോഴും ഫുൾ ആയിരിക്കണം. അതൊരു ഹോൾസം ആയിരിക്കണം. വയറ് നിറച്ച് നിങ്ങൾ കഴിക്കണം. അതിന് മെല്ലെ കഴിക്കാം, നന്നായി ച്യൂ ചെയ്ത് കഴിക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മളെ ഭക്ഷണം വയറ് നിറഞ്ഞു എന്നുള്ള തോന്നലാണ് നമ്മൾ സറ്റൈറ്റി എന്ന് പറയും. ഈ വയറ് നിറഞ്ഞു എന്നുള്ള തോന്നൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 20 മിനിറ്റിന്റെ ഉള്ളിലെ നമ്മളെ ബ്രെയിനിൽ നിന്ന് വയറിലേക്ക് ആ ഒരു റിഫ്ലക്സ് പോകുള്ളൂ. നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെ പറയും. ആ ഒരു 20 മിനിറ്റ് നിങ്ങൾ ഓരോ മെയിൻ മീൽസിനും എടുക്കണം എന്നാണ് ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്. അത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ മെയിൻ മീൽസിനെല്ലാം നിങ്ങൾ ചെലവഴിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഒരു തൃപ്തി വരുള്ളൂ കഴിച്ചു എന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. തിരക്കിട്ട് ചിലപ്പോൾ ഒരു 3 പത്തിരി കഴിച്ചു പോകുന്നതും സ്ലോ ആയിട്ട് അതേ 3 പത്തിരി കഴിച്ചു പോകുന്നതും രണ്ടും രണ്ട് മൈൻഡ്ഫുൾനെസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ആ ഒരു ടൈം നിങ്ങൾ എന്തായാലും ഓരോ മീൽസിനും നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി ബിസി ഷെഡ്യൂൾസിൽ നമ്മൾ സ്നാക്കിങ് എപ്പോഴും ശ്രദ്ധിക്കുക. അതൊരു ഹെൽത്തി സ്നാക്കിങ് ആവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ അതൊരു നല്ല പ്രോട്ടീൻ റിച്ച് സ്നാക്കിംഗ് ആവണം, അല്ലെങ്കിൽ അതൊരു നല്ല ഫൈബർ റിച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ഹൈഡ്രേറ്റിംഗ് സ്നാക്കിംഗ് ആയിരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് ഹെൽത്തി സ്നാക്കിങ്ങിനെ ഉൾപ്പെടുത്താൻ പറ്റുക. പ്രോട്ടീൻ റിച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചത് കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് ഒരു 11 o'clock ആകുമ്പോൾ ഒരു എഗ്ഗ് വരുന്ന എന്തെങ്കിലും ഒരു പോർഷനോ അങ്ങനെയുള്ളത് ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഒരു ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ ഒരു ഓംലേറ്റോ അങ്ങനെയുള്ള വരുന്ന പോർഷൻസ് ഉൾപ്പെടുത്താം. ഇനി നിങ്ങൾ നല്ല ഹോട്ട് ടെമ്പറേച്ചർ ഉള്ള സമയമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹൈഡ്രേറ്റിംഗ് സ്നാക്കിംഗ്, ഒരു മോരും വെള്ളമോ അല്ലെങ്കിൽ സിമ്പിൾ ഒരു പിന്നെ ഫ്രൂട്ട് ജ്യൂസസോ അങ്ങനെയുള്ളത് ഉൾപ്പെടുത്താം. ഇനി അതല്ല, നിങ്ങൾക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള കുറച്ചും കൂടെ അപ്പറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയറ്റ് പാറ്റേണിലാണ് നിങ്ങളെങ്കിൽ ആ ഒരു ഫ്രൂട്ട് ജ്യൂസിന് പകരം ഹോൾ ഫ്രൂട്ട് അങ്ങനെ തന്നെ ചൂ ചെയ്ത് കഴിക്കാം. ഇനി നിങ്ങൾ ടീ കോഫി അഡിക്റ്റ് ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു ഹെൽത്തി അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റിന്റെ ഭാഗമായിട്ട് ഒരു 2 to 3 cups പെർ ഡേ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. മോർ ടീ ഓർ കോഫി ഉൾപ്പെടുത്തുന്നത് നല്ലതല്ല. അത് നമ്മളെ കഫീൻ നമ്മുടെ ബോഡിയിൽ വരുന്നത് കൂട്ടും. അത് നമ്മളെ ആക്ടിവിറ്റിനെ മോഡുലേറ്റ് ചെയ്യും. സോ ഐദർ ടീ ഓർ കോഫി മാക്സിമം അത് 2 കപ്പ് ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതേപോലെ എല്ലാ മീൽസും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ, എസ്പെഷ്യലി ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ ഡിന്നർ ഭയങ്കര ഹെവി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സമയത്ത് എന്തായാലും ആദ്യം സാലഡ്സ് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഫോളോഡ് ബൈ എ ഗുഡ് മീൽ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മീൽ പോർഷൻസ് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി വെയിറ്റ് റിഡക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഫാറ്റ് ഡയറ്റ്സ് ലൈക്ക് കീറ്റോ ഡയറ്റ്, അല്ലെങ്കിൽ അൺസയന്റിഫിക് ആയിട്ട് പോകുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ്സ്. ഇങ്ങനത്തെ ഡയറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫാറ്റ് ഡയറ്റ്സ്. ഫാറ്റ് ഡയറ്റ്സ് എന്ന് പറയുമ്പം വെരി ഷോർട്ട് ഡ്യൂറേഷനിൽ ഒരു വലിയ റിസൾട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വൈസ് കിട്ടുന്ന എന്നാൽ ക്വാളിറ്റി വൈസ് കിട്ടാത്ത ഒരു ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ് ഫാറ്റ് ഡയറ്റ്സ്. സോ നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ കാണാൻ പറ്റും ഒരു ഫാറ്റ് ഡയറ്റ്. ഇപ്പൊ നിങ്ങൾ കീറ്റോ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ ഒരു 1 month കീറ്റോ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾ ഭയങ്കര ബോഡിയൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. വൺസ് യു സ്റ്റോപ്ഡ്, ആ ഒരു അടുത്ത ഒരാഴ്ചന്റെ ഉള്ളിൽ മുന്നേ ഉള്ളതിനേക്കാളും വെയിറ്റ് നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടാവും. സോ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ പ്രോസസ് ആണ്. നിങ്ങൾക്ക് അതിനെ കുറച്ചും കൂടെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ടോട്ടൽ വെയിറ്റിന്റെ 10% നിങ്ങൾ ഫസ്റ്റ് 3 months കുറയാൻ പാടുള്ളൂ. സോ ഇഫ് യു ആർ 100 kgs, ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് നിങ്ങൾ കുറയേണ്ടത് വെറും 10 കിലോ മാത്രമാണ്. അതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ. കാരണം സഡൻ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് മാക്സിമം ലോസ് ആവുക നിങ്ങളെ മസിൽസ് ആണ്, നോട്ട് യുവർ ഫാറ്റ്. അതുകൊണ്ടാണ് നമ്മൾ വെയിങ് സ്കെയിലിൽ നിന്നിട്ടുള്ള ആ ഒരു ബ്ലൈൻഡ് വെയിറ്റ് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ ബോഡി കോമ്പോസിഷൻ. നിങ്ങൾക്ക് മസിൽസ് വേണം, നിങ്ങൾക്ക് ബോൺ വേണം, നല്ല ബോഡി ഫ്ലൂയിഡ്സ് വേണം, ഫാറ്റ് മിനിമൽ മതി എന്നുള്ളതാണ്. ഓക്കെ, സോ ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ചില നമുക്ക് ഗട്ട് അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എത്ര ചെറിയ ഭക്ഷണം കഴിച്ചാലും അത് നന്നായി ബോഡിയിലേക്ക് കാണുന്ന ആളുകളുണ്ട്, നന്നായി കഴിച്ചാലും അത് ബോഡിയിലേക്ക് കാണാത്ത ആളുകളുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ വെയിറ്റ് എന്നതിനേക്കാൾ നിങ്ങൾ ബോഡി കോമ്പോസിഷൻ, അതുകൊണ്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഞാൻ എത്ര വെയിറ്റ് കുറഞ്ഞാലും എൻ്റെ ശരീരം ഫുള്ള് നീരാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എത്ര വെയിറ്റ് കുറച്ചാലും കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് തന്നെ വീണ്ടും എല്ലാ വെയിറ്റും കൂടുന്നുണ്ട് എന്ന് തോന്നും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു, ഈ ഒരു കഥ പോലെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്ലോ ആൻഡ് സ്റ്റഡി ഓൾവേസ് വിൻ ദ റേസ് എന്നാണ്. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ എപ്പോഴും സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാക്ഡ് ഫുഡ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് ലേബൽസ് ആണ്. അൺനെസസറി ആയിട്ടുള്ള ക്ലെയിംസിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. മിസ്ലീഡിങ് ക്ലെയിംസ് ഒരുപാടാണ്. നമുക്ക് അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ ക്ലെയിമിംഗ് പ്രകാരം 10% റിയൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അവർക്ക് റിയൽ ഫ്രൂട്ട് ജ്യൂസ് എന്നുള്ള ക്ലെയിം കൊടുക്കാൻ പറ്റും. സോ ഓൾവേസ് ഗോ ഫോർ നാച്ചുറൽ ഫുഡ്സ്.
അതല്ലാതെ പിന്നെ ഇങ്ങനത്തെ ഇപ്പൊ ലോ ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ ആണെങ്കിലും അവിടെ ഷുഗർ കണ്ടന്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സീറോ കൊളസ്ട്രോൾ ഉണ്ടാവും, പക്ഷെ നമ്മളത് പ്ലാന്റ് ബേസ്ഡ് ഓയിൽസിന്റെ അളവ് അതിൽ കൂടുതലായിരിക്കും. കാരണം പ്ലാന്റ് ബേസ്ഡ് ഓയിൽസ് ആർ ഡോണ്ട് ഹാവ് കൊളസ്ട്രോൾ കണ്ടന്റ് ഇൻ. സോ അങ്ങനെയുള്ള കുറെ മിസ്ലീഡിങ് കണ്ടന്റുകൾ നിങ്ങൾ എപ്പോഴും നോക്കുക. ഇന്റർനാഷണലി അതേപോലെ തന്നെ നാഷണലി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ലേബിൾസ് ആണ് ഇതെല്ലാം. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ലേബിൾസ് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലുള്ള ഇതൊക്കെ ഫ്രണ്ടിൽ ആയിട്ടുണ്ടാവും ലേബിൾസ്. അതായത് 100% നാച്ചുറൽ എന്ന് പറയുന്ന ലേബിളൊക്കെ പാക്കറ്റിന്റെ ഫ്രണ്ടിലാണ് ഉണ്ടാവുക. അതിന്റെ ബാക്ക് സൈഡിൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഉണ്ടാവും. അതിൽ സോഡിയത്തിന്റെ കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കുക. ഷുഗർ ആഡഡ് ഷുഗേഴ്സ് എത്രയാണെന്നുള്ളത് നോക്കുക. ഫാറ്റ്സിന്റെ തന്നെ ഡിഫറെന്റ് വേരിയേഷൻസ് ഉണ്ടാവും. കൊളസ്ട്രോൾ, ട്രാൻസ് ഫാറ്റ്സ്, ടോട്ടൽ ഫാറ്റ്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ലേബിൾസ് ഒക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ പാക്ഡ് ഫുഡ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതെല്ലാം ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ വരുന്നത് നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഒരു റമദാനിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഫാസ്റ്റിംഗ് ടൈമിൽ, ആ ഒരു ഫാസ്റ്റിംഗ് വിൻഡോ, സുഹൂർ ടു ഇഫ്താറിലുള്ള വിൻഡോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി, അത് കൂടുതലും നമുക്ക് തരുന്നത് ലിവറും മസിൽസിലേക്ക് സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഫാസ്റ്റിംഗ് വിൻഡോ കൂടുമ്പം നമുക്ക് ശരീരം ഹൈഡ്രേറ്റഡ് ആവാൻ കിഡ്നി മാക്സിമം വെള്ളം റീഅബ്സോർബ് ചെയ്തുകൊണ്ട് യൂറിന്റെ അളവ് കുറച്ചുകൊണ്ട് നമ്മളെ സഹായിക്കും. അതേപോലെ പൊതുവെ പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഹെൽത്തി റമദാൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ കുറയാനും ഒരു ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻഡ് ആവാനും അതേപോലെ നിങ്ങളുടെ ബ്ലഡ് ലിപ്പിഡ് പ്രൊഫൈൽ, നിങ്ങളുടെ കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്സ് പോലുള്ള ലിപ്പിഡ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ സഹായകമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കണം നിങ്ങൾ അത്താഴം കഴിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. എപ്പോഴും അത്താഴം വൈകിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് ഡ്യൂറേഷൻ കൂടുന്നത് നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി അത്താഴം ഏറ്റവും ബാങ്കിനോട് അടുത്ത സമയത്ത് തന്നെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ല വെള്ളം അടങ്ങിയതും നിങ്ങൾക്ക് ഊർജം തരുന്ന തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ അത്താഴ സമയങ്ങളിൽ ശ്രദ്ധിക്കുക. ഇനി നേരത്തെ ഞാൻ എങ്ങനെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഫൈൻ ചെയ്തിരുന്നോ അതേപോലെ നിങ്ങൾ അത്താഴം പ്ലാൻ ചെയ്യണം എന്നാണ് ഒരു എളുപ്പ രീതിയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതിൽ പ്രോട്ടീൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള കുറച്ചു നേരം നമുക്ക് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻസ് ഉൾപ്പെടുത്തണം. അതിൽ സ്റ്റാർച്ചി ഫുഡ്സും ഉണ്ടാവണം. ഇനി നമുക്ക് ഫൈബർ എന്ന് പറയുന്നത് വയറ് കുറച്ച് സമയത്തേക്ക് നമുക്ക് നിറച്ച് തരുന്ന ഒരു സാധനമാണ്. അപ്പൊ ഫൈബറും ചെറിയ അളവിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്താഴത്തിന്റെ സമയത്ത് ഉൾപ്പെടുത്താം. ഈ ഒരു രീതിയിലാവുമ്പം ഒരുപാട് സമയം നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ട് നമുക്ക് എനർജി കിട്ടാനും ഒരു റമദാനിലെ ആ ഒരു ഫാസ്റ്റിംഗ് വിൻഡോയിൽ നമുക്ക് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് നിൽക്കാനും സഹായിക്കും. ഇനി പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്താഴത്തിന് നമ്മൾ എന്ത് ഒഴിവാക്കണം എന്നുള്ളതും കൂടെ ഒരു അറിയൽ ഇമ്പോർട്ടന്റ് ആണ്. നല്ല കൊഴുപ്പുള്ള, നല്ല ഉപ്പുള്ള, അതേപോലെ നല്ല പഞ്ചസാരന്റെ അളവുള്ള ഭക്ഷണങ്ങൾ ദഹിക്കാനൊക്കെ നല്ല വെള്ളം വേണം. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് തേഴ്സ്റ്റ് ട്രിഗർ ചെയ്യും. നിങ്ങൾക്കറിയാം, നിങ്ങൾ നല്ലൊരു ബിരിയാണി കഴിച്ചാൽ അല്ലെങ്കിൽ നല്ലൊരു ഹൈ ഫാറ്റ് കണ്ടെയ്നിങ് ഒരു റെസ്റ്റോറന്റ് ഫുഡ് കഴിച്ചാൽ ഏകദേശം ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ലോണം നിങ്ങൾക്ക് ദാഹിക്കും. കാരണം അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അത് ദഹിക്കാനുള്ള ഇൻഡസ്റ്റൈനൽ ജ്യൂസസ്, ദഹനത്തിന് നമുക്ക് വേണ്ട ജ്യൂസസിന്റെ സെക്രീഷൻ ഒരുപാട് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് തേഴ്സ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത്താഴ സമയങ്ങളിൽ ഭയങ്കര കൊഴുപ്പോ ഉപ്പോ ഷുഗറോ ഉള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ പെട്ടെന്ന് വിശക്കാനും കാരണമാക്കും എന്നാണ് കാരണമാവുന്നതാണ്. ഇനി നിങ്ങൾ ടീ ഓർ കോഫി നിങ്ങൾ അല്ലെ നോമ്പ് കാലങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ചായ കുടിച്ച് ശീലമുള്ള ആളുകളാണെങ്കിൽ അത്താഴത്തിന് ഒരു ഗ്ലാസ് ചായ കുടിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഫീന് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന സമയത്ത് പകൽ സമയങ്ങളിൽ വളരെ അസഹനീയമായിട്ടുള്ള തലവേദനയൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അത് പൊതുവേ നോമ്പിന്റെ നല്ല ഒരു മോർ ദാൻ 5 കപ്സ് ഒക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് തലവേദന ഉണ്ടാവും ഇനീഷ്യൽ ഒരു 1 to 2 വീക്സ്. പിന്നെ അത് ശരീരം ആ ഒരു റെഡ്യൂസ്ഡ് കഫീൻ കണ്ടന്റിലേക്ക് കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യും. എന്നാലും അത്താഴത്തിന് ചെറിയ എമൗണ്ട് ഓഫ് ചായ കുടിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ഒരുപാട് അളവിലാവരുത്. കാരണം ചായയും കാപ്പിയും ഒക്കെ നാച്ചുറൽ ഡയൂറിറ്റിക്കാണ്, നിങ്ങളെ മൂത്രത്തിന്റെ അളവ് കൂട്ടും. അപ്പൊ ഒരുപാട് ചായ അത്താഴത്തിന് കുടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബോഡിയിൽ കിഡ്നി കുറെ യൂറിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പം ചായ കാപ്പിയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി അത് ഇഫ്താറിലേക്ക് വരുമ്പം നമ്മൾ
കുറെ സമയം കഴിക്കാതെ നമ്മൾ നോമ്പ് മുറിക്കുമ്പം ഒന്ന് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളത് വെള്ളമാണ്. മറ്റേത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട ഊർജ്ജമാണ്. അത് നമ്മളുടെ ഒരു ട്രഡീഷണൽ വേയിൽ വെള്ളവും ഈത്തപ്പഴവും ഒരു 3 ഈത്തപ്പഴം വരെ കഴിക്കുന്ന രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് മെത്തേഡാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന പോലെ എഗെയിൻ ഫ്ലൂയിഡും അതുപോലെ ഇൻസ്റ്റന്റ് എനർജി റിലീസും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആഹാര രീതി തന്നെയാണ് സൂൺ ആഫ്റ്റർ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് വേണ്ടത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് സൂപ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താം. അതിൽ നിന്ന് വരുന്ന ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബോഡിയിൽ എന്താവും എനർജി തരും. അത് നമുക്ക് കുറച്ചും കൂടെ പിന്നെ ക്ഷീണം കുറയ്ക്കാനൊക്കെ എളുപ്പമാണ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അല്ലാതെ സ്നാക്കിങ്ങിലേക്ക് അപ്പൊ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല, ഫ്രൈഡ് പ്രിപ്പറേഷൻസ് അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി നമ്മൾ മെയിൻ ഭക്ഷണത്തിലേക്ക് നമ്മളെ മീലിലേക്ക് പോകുമ്പോൾ നമ്മൾ നോമ്പ് മുറിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു നോർമൽ മീൽ കഴിക്കും. അതിൽ നിർബന്ധമായിട്ടും ഒരു ബാലൻസ്ഡ് പ്ലേറ്റിംഗ്, നിങ്ങളെ ലഞ്ച് നിങ്ങൾ എങ്ങനെയാണോ അല്ലെങ്കിൽ ഡിന്നറിലേക്ക് നിങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അതിന്റെ ഒരു മിഡ് വേ അവിടെ നിർബന്ധമായിട്ടുണ്ടാവണം. നമുക്കറിയാം നോമ്പ് കാലത്ത് നമ്മൾ ഏറ്റവും വീട്ടിലേക്ക് വാങ്ങാത്തതോ കഴിക്കാത്തതോ ആയ സാധനം പച്ചക്കറികളാണ്. അപ്പൊ നിർബന്ധമായിട്ടും നോമ്പ് തുറന്നു കഴിഞ്ഞ് മെയിൻ മീൽസിലേക്ക് പോകുമ്പോൾ ഒരു പോർഷൻ പച്ചക്കറികൾ നിർബന്ധമായിട്ട് കഴിക്കണം. അത് നമുക്ക് ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് നിർജ്ജലീകരണം ഒഴിവാക്കാൻ, ഹൈഡ്രേറ്റഡ് ആവാൻ, കോൺസ്റ്റിപ്പേഷൻ, നമ്മുടെ ബവൽ ഹാബിറ്റ്സ് ഒക്കെ നോമ്പിന് പ്രത്യേകിച്ച് ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വയറ് സ്തംഭനാണ്. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിർബന്ധമായിട്ടും നോമ്പ് തുറന്നു കഴിഞ്ഞുള്ള നിങ്ങളെ മീൽസിൽ അതൊരു ബാലൻസ്ഡ് മീലായി ആവശ്യത്തിന് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. പിന്നെ നമുക്ക് ഈ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ, കഴിച്ചുകൊണ്ടിരുന്ന് പോകും. അതിന്റെ മെയിൻ പ്രശ്നം നമ്മൾ ഭയങ്കര സ്പീഡിൽ കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അവിടെ നമുക്ക് പോർഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഹെൽപ്ഫുൾ ആവുക, സാവധാനം കഴിക്കുക. സാവധാനം കഴിക്കണമെങ്കിൽ എടുക്കുന്ന ഭക്ഷണം ഒരു 3-4 പീസായിട്ടെങ്കിലും നിങ്ങൾ കടിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഒന്ന്. അത് ഓരോന്നും നന്നായി ച്യൂ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അഡിക്വേറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക. പൊതുവെ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഞാൻ ഇക്രയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നോമ്പിന്റെ ഒരു അവസാനത്തെ 10 കിഡ്നി ഇൻഫെക്ഷൻ, സ്റ്റോണ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നമുക്ക് അഡ്മിഷൻസ് കൂടാറുണ്ട്. ഇപ്പൊ പെരുന്നാൾ കഴിയുമ്പോഴത്തേക്ക് അങ്ങനത്തെ രോഗികളുടെ ഒരു പോപ്പുലേഷൻ നമുക്ക് അഡ്മിഷൻസ് കൂടുതലാണ്. സോ അതിൽ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നോമ്പ് മുറിച്ച സമയം മുതൽ അത്താഴം വരെയുള്ള സമയം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ തറാവീഹിനൊക്കെ പോകുമ്പോൾ പറ്റുമെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾക്ക് വേണ്ടി തന്നെ കരുതുക. അതിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നോമ്പിന് നിങ്ങൾ ഒരു ഫിസിക്കലി ആക്റ്റീവ് ആവാനും ശ്രദ്ധിക്കുക. നോമ്പ് തുറന്ന് നമ്മൾ മീൽസിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഒരു ചെറിയ ഒരു 15 മിനിറ്റ് എങ്കിലും ഒരു ചെറിയ വ്യായാമം, ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തമ ടൈം എന്നാണ് പറയുന്നത്. സോ അത് ഇഫ്താറിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇഫ്താറിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഹൈ ഫാറ്റ് ആയിട്ടുള്ള, ഷുഗറി ആയിട്ടുള്ള, ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇതെല്ലാം നമ്മൾ ഒരുപാട് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലായിട്ടും അതേപോലെ വയറിന് അസ്വസ്ഥത പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടും. അത് ഇൻഡൈജഷൻ, വെയിറ്റ് ഗെയിനിങ്, ഇതെല്ലാം നോമ്പിന് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക. ഇനി അതൊരു ഡയബറ്റിക് പ്ലേറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്, നിങ്ങൾ ഓൾറെഡി ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ നിർബന്ധമായിട്ട് നോമ്പിന്റെ മുന്നേ നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ എടുത്തിരിക്കണം. മെഡിക്കേഷൻ അഡ്ജസ്റ്റ്മെന്റ് റമദാൻ മാസത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഡയറ്റ് പ്ലാനിലും നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് വരണം. എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണം വരുന്നുണ്ട് അല്ലെങ്കിൽ അതായത് ബ്ലഡ് ഷുഗർ കുറയുന്ന സിംറ്റംസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയും ഉടൻ തന്നെ നോമ്പ് മുറിക്കാനും ഉള്ള ഒരു കാര്യം നോക്കണം. അതേപോലെ വെയിറ്റ് വല്ലാതെ കൂടുന്നുണ്ടോന്നും വല്ലാതെ കുറയുന്നുണ്ടോ എന്നുള്ളതും നോക്കണം. അതേപോലെ ഇടയ്ക്ക് നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള ബ്ലഡ് ഷുഗർ നോക്കാം. അതേപോലെ നോമ്പ് നോറ്റ് കഴിഞ്ഞ് ഒരു 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് ഷുഗർ നോക്കാം. അതിലൊക്കെ വല്ലാതെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് മാത്രമേ നിങ്ങൾ നോമ്പ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. പൊതുവേ നമ്മൾ നോമ്പ് തുറന്ന ഉടനെ 70-ൽ താഴെ മാത്രം ഷുഗർ ഉണ്ടാവുക, അല്ലെങ്കിൽ 300-ൽ കൂടുതലോ ഷുഗർ ഉണ്ടെങ്കിൽ അത് കൺസൾട്ട് ചെയ്ത് ഡോക്ടേഴ്സിനോടുള്ള കൺഫർമേഷൻ എടുത്ത് മാത്രമേ നോമ്പ് തുടരാൻ പാടുള്ളൂ എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. പിന്നെ സാധാരണ ഉള്ള ആളുകളെ പോലെ തന്നെ പ്രമേഹമുള്ള ആളുകളാണെങ്കിലും
വലിയ അളവിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്, നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഒരുപാട് കഴിക്കുക, പിന്നെ ഭക്ഷണവും ഒരുപാട് കഴിക്കുന്നത് നമുക്ക് രക്തത്തിൽ പഞ്ചസാരന്റെ അളവ് കൂട്ടാനും, ഇനി പ്രമേഹം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം കഴിക്കാതിരുന്ന അത്രയും ഭക്ഷണം ഒരുമിച്ച് കഴിക്കുമ്പോൾ ദഹനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ നെഞ്ചിരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത, ഇതേപോലെ നമുക്ക് വെള്ളത്തിന്റെ അളവ് ആവശ്യത്തിന് കിട്ടാതെ ആവുകയും അത് നമുക്ക് ഈ യൂറിൻ ഇൻഫെക്ഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും പോകും. പൊതുവെ ഓവർ ഈറ്റിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ആണ് കോൺസ്റ്റിപ്പേഷൻ. ഒന്ന് നമ്മൾ ഓവർ ഈറ്റിംഗ് ചെയ്യുമ്പോൾ അവിടെ മിസ്സാവുന്നത് പച്ചക്കറികളുടെ അളവാണ്. ആ പച്ചക്കറികളുടെ അളവ് കുറയുമ്പം നമുക്ക് വയറ് സ്തംഭനം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ ബ്ലോട്ടിംഗ്, നമുക്ക് വയറിന് ഒരു ഒയലിച്ച എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ, വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഭക്ഷണം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവുന്ന പോലെയോ വയറ് വീർക്കുന്ന പോലെയൊക്കെ ഉള്ള തോന്നലുകൾ. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും നമ്മൾ സാവധാനം നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പം. പ്രത്യേകിച്ച് ഇറിറ്റബിൾ ബവലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സാവധാനം കഴിക്കലും ഒരുപാട് ഫ്രൈഡ് ഫുഡ്സ് ഒക്കെ കഴിക്കാതിരിക്കലും നോമ്പുകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തത് ഡീഹൈഡ്രേഷൻ കൊണ്ടുവരുന്ന കിഡ്നി ഇഷ്യൂസ് ആണ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമുക്ക് നോമ്പുകാലത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ അത്താഴത്തിന്റെ സ്വഭാവവും അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴുള്ള ഭക്ഷണ രീതിന്റെ സ്വഭാവവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മളെ ഒരു 30+ ആവുമ്പോഴത്തേക്ക് ഒരു റെഗുലർ ബോഡി സ്ക്രീനിങ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ പൊതുവെ ഉൾപ്പെടുത്താൻ പറ്റുന്ന കോമൺ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്സ് എന്തൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. അതിൽ നമ്മൾ പൊതുവെ കോമൺ ബ്ലഡ് ടെസ്റ്റുകളിൽ നമ്മൾ പിന്നെ CBC എന്ന് പറയുന്ന ടെസ്റ്റ്, നമ്മൾ ബ്ലഡ് കൗണ്ടുകളൊക്കെ പറയുന്ന ടെസ്റ്റ് ആണത്. ഈ ഡയബറ്റിസ്, പ്രമേഹം ഉണ്ടോ എന്ന് നമുക്ക് കൺഫേം ചെയ്യുന്ന ടെസ്റ്റാണ് HbA1c. അതിൽ നമ്മൾ പ്രീ ഡയബറ്റിക്, പ്രമേഹം ഇല്ല അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ്, ഡയബറ്റിക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തന്നെ അത് പറയും. അപ്പൊ നിങ്ങൾക്ക് പ്രീ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് നമ്മളെ തമ്പ് റൂൾ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ കൂടെ നിങ്ങൾ പ്ലേറ്റിങ്ങും കൂടെ ഒന്ന് ഹെൽത്തി ആയിട്ട് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു HbA1c നോർമൽ ഇൻഡിവിജ്വലിലേക്ക് മാറ്റാൻ പറ്റും. പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് റിവേഴ്സിബിൾ ആണ്. നമ്മൾ നോർമൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ പാറ്റേണിലേക്ക് ബോഡി കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ അത് പക്ഷെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻക്ലൂഡിങ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് യുവർ സ്ലീപ്പ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ലിപ്പിഡ് പ്രൊഫൈല്, തൈറോയിഡ് ടെസ്റ്റുകൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, അതേപോലെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ USG, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി ലിവർ ഒക്കെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ തന്നെ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. അതേപോലെ ഹാർട്ട്, ചെസ്റ്റ് എക്സ്റേ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ, അതേപോലെ യൂറിൻ റൂട്ടീൻ, ഇത്രയും നമുക്ക് നിങ്ങളുടെ ഒരു ബേസിക് സ്ക്രീനിങ്ങിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഏത് ജീവിതശൈലി രോഗങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ ഇത്തരം ടെസ്റ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി എനിക്ക് കുറച്ച് ന്യൂട്രീഷൻ മിക്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. പൊതുവേ നമ്മൾ പറയും ഡീടോക്സ് ഡയറ്റ്സ്, ഈ ക്ലെൻസിങ് ഏജൻസ് ഒക്കെ പൊതുവെ വാങ്ങിച്ചിട്ട് ഡീടോക്സ് ഡയറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. നിങ്ങൾ ഒരു ഹെൽത്തി ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങളെ കിഡ്നിയും നിങ്ങളെ ലിവറും ഒരു ഡീടോക്സിഫയിങ് ഓർഗൻ ആണ്. അത് നിങ്ങൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിലേക്ക് നിങ്ങൾ എയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെ പ്ലേറ്റ്സ് ഹെൽത്തി ആക്കുക, നിങ്ങൾ നന്നായി ഉറങ്ങുക, നന്നായി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൽ വേറൊരു കാര്യം, കാർബോഹൈഡ്രേറ്റ്സ് ഒരു പോയിസൺ ആണ് എന്ന് പറയും അല്ലെ. നമുക്ക് ഒരുപാട് കാർബ്സ് കഴിക്കുന്നത് നമുക്ക് ശരിക്കും അതൊരു പോയിസൺ ആണ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന ഓൺലി ഫോം ഓഫ് എനർജിയാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്. ഗ്ലൂക്കോസ് മാത്രമാണ് നിങ്ങൾ ബ്രെയിൻ യൂട്ടിലൈസ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് പാടെ ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ഷീണം തുടങ്ങും. ആവശ്യത്തിന് നിങ്ങൾ വയറൊക്കെ നിറയുന്നുണ്ട്, അപ്പൊ ക്ഷീണം, നിങ്ങളെ ബ്രെയിനിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങളെ പ്ലേറ്റിൽ നിന്ന് പാടെ എടുത്ത് കളയുന്നത് നല്ല ഐഡിയ അല്ല. ചെറിയൊരു പോർഷൻ ഈ പോർഷൻ കൺട്രോൾ അല്ലെങ്കിൽ ക്രമീകരണമാണ് അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു ഫാഷൻ ടേം ആണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്ന് പറയുന്നത്. അത് ഒരു ഗട്ടിന് ഇറിറ്റബിൾ ആയിട്ടുള്ള, അതായത് ഗ്ലൂട്ടൻ ചില ആളുകൾക്ക് ദഹിക്കൂല, അതൊരു പ്രോട്ടീൻ ആണ്. അത് ചില ആളുകൾക്ക് എന്താവില്ല, ദഹിക്കൂല. അങ്ങനെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഗ്ലൂട്ടൻ ഒഴിവാക്കും. ചില ആളുകൾക്ക് ലാക്ടോസ് എന്ന് പറയുന്ന പിന്നെ പാലിലൊക്കെ ഉണ്ടാവുന്ന കോമ്പണന്റ് ദഹിക്കാനുള്ള എൻസൈം നമ്മളുടെ കുടലിൽ ഉണ്ടാവില്ല, അവർക്ക് പാല് ഒഴിവാക്കണം.
അല്ലെങ്കിൽ പാലിൽ നിന്ന് മാറി തൈരോ മോരോ അവർ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഒഴിവാക്കേണ്ടതാണ്. ഗ്ലൂട്ടൻ ഇസ് ആക്ച്വലി ഗുഡ് ഫോർ യുവർ ബോഡി. അൺലെസ് ആൻഡ് അണ്ടിൽ അത് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഇനി നിങ്ങൾ പാക്കറ്റ് ഫുഡ്സ് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോ ഫാറ്റ് എന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ആ പാക്കറ്റ് ഫുഡ്സ് എന്ത് ചെയ്യരുത്, അട്രാക്റ്റഡ് ആയി മിസ്ലീഡ് ചെയ്ത് നിങ്ങൾ അത് ചൂസ് ചെയ്യരുത്. എപ്പോഴും അതിന്റെ ബാക്ക് ഓഫ് പാക്കറ്റ് ലേബിൾസ് നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. മറ്റൊരു ഫാഷനാണ് നമ്മൾ ഷുഗർ കട്ട് എന്ന് പറയുന്നത്, അല്ലെ സ്കിപ്പിംഗ് ഓഫ് ദ മീൽസ്. ഷുഗർ കട്ട് എടുത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന വെയിറ്റ് റിഡക്ഷൻ, അതിനേക്കാൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങൾ നല്ലൊരു ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ് നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫൈബർ നിങ്ങൾക്ക് ആവശ്യത്തിന് ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യും, ഫീലിംഗ് ഓഫ് ഫുൾനെസ് ഉണ്ടാക്കും. ഫൈബർ നമ്മളെ ശരീരത്തിൽ നമ്മൾ ദഹിക്കൂല, അത് നമുക്ക് കാലറീസ് ഒന്നും തരില്ല, അത് നിങ്ങളെ മലത്തിന്റെ അളവ് കൂട്ടുക മാത്രമാണ് ചെയ്യുക. അപ്പൊ ഫൈബർ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഷുഗർ കട്ട് എന്നതിനെ ഫോക്കസ് ചെയ്യാതെ ഫൈബറിലേക്ക് പോവുക. ഫൈബർ ഓൾസോ ഹെൽപ്സ്, അതായത് നിങ്ങളെ ഭക്ഷണത്തിലുള്ള മാക്സിമം ഫാറ്റ് അബ്സോർപ്ഷൻ മിനിമൈസ് ചെയ്യാൻ, അതായത് ഒരുപാട് ഫാറ്റ് അബ്സോർപ്ഷനിലേക്ക് പോകുന്നത് കുറയ്ക്കാനും ഫൈബർ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നല്ലൊരു ഓരോ മീൽസിലും ആവശ്യത്തിന് ഫൈബർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലതാണ്. ഒരിക്കലും വെയിറ്റ് ലോസിന് വേണ്ടി മീൽസ് സ്കിപ്പ് ചെയ്യരുത്. മീൽസ് സ്കിപ്പ് ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ പോലെ ഓവർ ഈറ്റിംഗിലേക്ക് ഡൈവേർട്ട് ആവുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ പറയുന്ന പോലെ ജിം ഗോവേഴ്സിൽ കാണുന്ന വേ പ്രോട്ടീന് സപ്ലിമെന്റ്സ് എടുക്കുന്ന രീതി, അത് സയന്റിഫിക് അല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ലോങ് ടേമിൽ പോകുമ്പോൾ നിങ്ങളെ കിഡ്നി ലിവർ രണ്ടിലും അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. സോ ബ്ലൈൻഡ്ലി പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാതെ സയന്റിഫിക് ആയിട്ട് മാത്രം, അതിനും പ്രൊപ്പോർഷൻ ഉണ്ട്. ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ സപ്ലിമെന്റ്സ് എപ്പോഴും ഷോർട്ട് ടേം ആയിട്ടേ എടുക്കാവൂ. പിന്നെ അത് ഇപ്പം ഒരു ബോഡി ബിൽഡിംഗ് എന്നുള്ള പ്രൊഫഷണലിസം എന്ന് കീപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ആകുമ്പോൾ അത് സെപ്പറേറ്റ് പിക്ചർ ആണ്. അൺലെസ് ആൻഡ് അണ്ടിൽ ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് നിങ്ങളെ ബോഡിക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ സോൾട്ട് റിഡക്ഷന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ മെയിൻലി എല്ലാവരും ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ട് യൂസ് ചെയ്യുക, ഉപ്പ് ഒഴിവാക്കിയിട്ട് പിന്നെ ഈ ഇന്ദുപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോവാന്നുള്ളതാണ്. അതിനേക്കാൾ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത് നോർമൽ സോൾട്ട് നിങ്ങൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യും എന്ന് നോക്കലാണ്. പിങ്ക് സോൾട്ട് എന്ന് പറയുന്നത് പൊട്ടാസ്യം കൂടുതൽ വരുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കിഡ്നി ഇമ്പയർമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്തത്തിൽ പൊട്ടാസ്യം വല്ലാതെ കൂടാനുള്ള സാധ്യത ഉണ്ട്. അത് നിങ്ങൾക്ക് ഹാർട്ടിന്റെ ബീറ്റ്സിനൊക്കെ അത് ഫോക്കസ് ചെയ്യും, അത് ഒരു കാർഡിയക് അറസ്റ്റിലേക്കൊക്കെ വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ കിഡ്നി ഇമ്പയർമെന്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ഫോക്കസ്ഡ് അങ്ങനെ ചെയ്യാതിരിക്കുക. പകരം നിങ്ങൾ നോർമൽ സോൾട്ട് തന്നെ റെഗുലേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. പിന്നെ മറ്റൊരു കാര്യം, ഡിന്നർ സ്കിപ്പ് ചെയ്താൽ വെയിറ്റ് കുറയും, അല്ലെ ഡിന്നറും കൂടെ കഴിച്ചാൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടും എന്നുള്ളൊരു തോന്നലുകളുള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയില്ല. പിന്നെ നമ്മൾ ഡിന്നർ ഞാൻ പറഞ്ഞ പോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു മീലായിട്ട് ഡിന്നർ നിങ്ങൾ കാണണം. മറ്റൊരു കാര്യം, ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് എന്ന് തോന്നുന്ന ആളുകളുണ്ട്. അപ്പൊ ഹെൽത്തി ഡയറ്റ് ഒരിക്കലും എക്സ്പെൻസീവ് അല്ല. ഞാൻ നേരത്തെ ഓരോ പ്ലേറ്റും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മളൊരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ ഒരു ലോങ് ടേം ആസ്പെക്റ്റിലും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വന്ന് നമ്മൾ അതിലേക്ക് പിന്നെ നമ്മളുടെ നോർമൽ ഒരു കോസ്റ്റ് ബേർഡൻ വരുന്നത് ഹെൽത്ത് ക്രൈസിസിലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിലേക്ക് പോവാതെ നമ്മൾ മാക്സിമം പിടിച്ചു നിൽക്കണമെങ്കിൽ എപ്പോഴും ഒരു ഹെൽത്തി ഡയറ്റും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും അതിന്റെ ഒരു ബേസിക് കോമ്പണന്റ് ആണ്. അതിലേക്ക് പോവാ. നെക്സ്റ്റ് ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് ഓൾ ഫാറ്റ്സ് ആർ നോട്ട് ബാഡ്. ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ബാഡ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം വിറ്റമിൻസ് നിങ്ങൾ എല്ലാവരും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ദർ ആർ ഫാറ്റ് സോളിബിൾ ആൻഡ് വാട്ടർ സോളിബിൾ. ഫാറ്റ് സോളിബിൾ എന്ന് പറയുന്നത് അത് പിന്നെ അബ്സോർബ് ആവണമെങ്കിലും കൊഴുപ്പ് വേണം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്കറിയാം പിന്നെ വിറ്റമിൻ എ ഉണ്ട് അല്ലെ, ക്യാരറ്റിൽ വിറ്റമിൻ എ ഉണ്ട്. വിറ്റമിൻ എ ഒരു ഫാറ്റ് സോളിബിൾ വിറ്റമിൻ ആണ്. അപ്പൊ അതിന്റെ അബ്സോർപ്ഷന് ചെറിയൊരു അംശം കൊഴുപ്പ് അതിൽ വേണം. ഇപ്പൊ നമ്മളൊരു ട്രഡീഷണൽ വേ ഓഫ് സീസണിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അബ്സോർപ്ഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിന്റെ അളവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൂ. ഈ ഷുഗർ മാറ്റിയിട്ട് ഹണി ജാഗ്രി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഹണി ജാഗ്രി ഷുഗർ എവറിത്തിങ് ഇസ് ലൈക്ക് സിമ്പിൾ ഷുഗേഴ്സ് എന്നാണ് അതിനെ ലേബിൾ ചെയ്യുക. ഏതാണെങ്കിലും ഒരു ദിവസം മാക്സിമം ഒരു 4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 5 ടീസ്പൂൺ വരെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാം ഒരേ കാറ്റഗറിയാണ്. ഡെഫിനറ്റ്ലി റിഫൈൻഡ് ഫോമിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് അല്ലെ കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ആസ് എ ഹോൾ അതെല്ലാം സെയിം ആണ്. പിന്നെ നമ്മൾ പറയുന്നത് ലൈം ജ്യൂസ് നമ്മൾ അതായത് അല്ലെങ്കിൽ അങ്ങനത്തെ സിട്രസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അസിഡിക് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങൾക്ക് ഒരു ഇറിറ്റബിൾ ബവൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
പിന്നെ ലൈം ജ്യൂസ് എസ്പെഷ്യലി നോമ്പ് തുറക്കുമ്പോ ഒക്കെ പിന്നെ നേരെ കാലി എംറ്റി സ്റ്റൊമക്കിലേക്ക് ലൈം ജ്യൂസ് കുടിക്കാതെ നിങ്ങൾക്ക് പിന്നെ വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനത്തെ ജ്യൂസസ് ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അതല്ല നിങ്ങൾക്ക് ഇറിറ്റബിൾ ബവൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് അവരാണെങ്കിൽ ലൈം ജ്യൂസ് നിങ്ങൾ ഒഴിവാക്കണം. ആക്ച്വലി സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സച്ച് കാറ്റഗറി ഓഫ് ഫുഡ്സ് നമുക്ക് അതിന്റെ കോമ്പണന്റ് അസിഡിക് ആണെങ്കിലും ബോഡിയിൽ അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആൽക്കലൈൻ ആണ് അതിന്റെ ഒരു പിന്നെ എഫക്റ്റ് വരുന്നത്. അത് നമുക്ക് നമ്മളെ കിഡ്നി ഫംഗ്ഷനൊക്കെ കുറച്ചും കൂടെ നല്ലതാണ് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. ഈറ്റിംഗ് ഹെൽത്തി ഫുഡ് അത് നമ്മളെ ചോയ്സ് അല്ല, ഇറ്റ് ഈസ് ആ റെസ്പോൺസിബിലിറ്റി. അതിൽ എനിക്ക് ഒരു കാര്യം ഫോക്കസ് ചെയ്ത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളെ പാരന്റ്സിന് 2 പേർക്കും ഡയബറ്റിക് ആണെങ്കിൽ യു ഹാവ് 50% ചാൻസ് ടു ബിക്കം ഡയബറ്റിക് പേഷ്യന്റ്. നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ യോർ ജനറേഷൻ ഇസ് ഹെൽത്തി. ഇപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്നുള്ളത് ഇപ്പൊ പാരന്റ്സിന് ഉണ്ടാവുകൊണ്ട് എനിക്ക് എന്തായാലും ഷുഗർ വരും എനിക്ക് ഉറപ്പാ എന്നുള്ള കമന്റിലേക്ക് പോവാതെ യു ബീയിങ് സ്റ്റേയിങ് ഹെൽത്തി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ജനറേഷൻ ടു സ്റ്റേ ഹെൽത്തി. അല്ലെങ്കിൽ നമ്മൾ പിന്നെ കേരളം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ ഒരു ഹബ്ബായി മാറും. സോ അത് നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റിക്ക് ഒരു കാരണമാവും എന്നാണ് പറയപ്പെടുന്നത്. ഭാവിയിൽ വരുന്ന ഒരു 10 years ഇസ് അലാമിംഗ് ഫോർ സച്ച് കൺട്രീസ്, പ്രത്യേകിച്ച് ഒരു ഡെവലപ്പിംഗ് ഒരു കൺട്രി ലൈക്ക് ഇന്ത്യ. അപ്പൊ നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ദോ യു മെജോറിറ്റി ഓഫ് ദ ലിസണേഴ്സ് സ്റ്റേ ഔട്ട്സൈഡ് ദ കൺട്രി, പക്ഷെ നമ്മളുടെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് കുറെയൊക്കെ ഇന്ത്യൻ വേർഷൻ ആണ്, എല്ലാം ഒരു മിക്സ്ഡ് വേർഷൻ ആണ്. പക്ഷെ അതിലുള്ള ബേസിക് കോമ്പണൻസ് നിങ്ങൾ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾ ഹെൽത്തി ആവുമ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ ഫ്യൂച്ചർ ഹെൽത്തി ആണ്. സോ എനിത്തിങ് കനോട്ട് ബി ഈറ്റൻ. യു ഷുഡ് ഹാവ് എ ചോയ്സ് വേർ ടു ചൂസ്, വിച്ച് ടു ചൂസ്, വെൻ ടു ചൂസ്. ഇത്രയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഓക്കെ, എനിക്ക് താങ്ക് യു ഫിദ. വേണമെങ്കിൽ അതിലേക്ക് പോവാം. എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് വളരെ നല്ല രീതിയിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വാക്കുപോലും ഫിദയുടെ എടുത്ത് പുറത്ത് കളയാനില്ല. വണ്ടർഫുൾ ഡെലിവറി. കാരണം അത്രയും കൂടുതൽ ഇൻഫർമേഷൻസ് വളരെ നല്ല ഭാഷയിൽ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. അതെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നല്ലോണം അത് ഉള്ളിൽ എത്തിയിട്ടുണ്ടാവും. ആളുകൾക്ക് ടൈം ഒരുപാട് എക്സീഡ് ചെയ്തില്ലല്ലോ സംശയങ്ങളുണ്ടാവും. അല്ലെ? എങ്ങനെ? ടൈം എക്സീഡ് ചെയ്തോ? ഇല്ല, ടൈം എക്സീഡ് ചെയ്ത് ലോൺ ടൈമാണ്. നമ്മൾ 1.5 hours തന്നെ നമ്മൾ കറക്റ്റ് അത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു, വെൽ ഡെലിവേർഡ് ആണ്. അപ്പം നമുക്ക് കുറച്ച് താങ്ക് യു. ക്വസ്റ്റ്യൻസ്, എന്തായാലും ആളുകൾക്ക് ഓ ഒരുപാട് ഇല്ല. സംശയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 by 1 ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാബിർ സാബിർ അൺമ്യൂട്ട് ചെയ്തോ? ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാബിർ, ഗുഡ് കേൾക്കാം. ഈവനിങ്. അതെ, ഞാൻ ഒരൊറ്റ ആളാണ് ഇതിൽ സൈൻ ഇൻ ചെയ്തെങ്കിലും ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ മോള്, എൻ്റെ മദർ എല്ലാവരും കണ്ടിന്യൂസ് 1.5 hour കണ്ടിന്യൂസ് ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്ന ആദ്യത്തെ കേവിന്റെ ഭക്ഷണമായിരിക്കും. അപ്പോ വലിയൊരു കയ്യടി. പിന്നെ സീരിയസ്ലി ഭയങ്കര ഫ്ലോ ആയിട്ട് ഭയങ്കര അറിയുന്ന ഭാഷയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ വ്യക്തവും സ്ഫുടവുമായിട്ട് പറഞ്ഞു. വലിയൊരു നല്ലൊരു കയ്യടി. പിന്നെ എൻ്റെ മോൾക്ക് ചെറിയ ഒരു കംപ്ലൈന്റ് ഉണ്ട്. KF പരിപാടി നടത്തുമ്പോ എപ്പോഴും ബീഫും പൊറാട്ടയും അടുക്കും. ഇനി മേലാൾക്ക് ബീഫ് ഇതൊരു പൊറാട്ടയും. മാറ്റത്തിന് കാരണമാവട്ടെ എന്നാല്. അതെ അതെ അതെ. അടുത്ത പ്രാവശ്യം ഫൈബർ റിച്ച് ആയിരിക്കും, പിന്നെ അതൊരു കംപ്ലൈന്റ് ഭയങ്കര rich ആയിട്ട്. നമ്മൾ മുളപ്പിച്ച വയറൊക്കെ വെക്കും. ഓക്കെ. ബാലൻസ്ഡ് പ്ലേറ്റ് ആയിരിക്കും നെക്സ്റ്റ് ടൈം. അതെ അതെ. അല്ല, എനിക്ക് ബീഫും പൊറോട്ടയും തീരെ ഒഴിവാക്കണം എന്നുള്ളൊരു മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതെ, നമ്മളത് പറഞ്ഞപ്പോ KF ഇഫ്താറിന് ആരോ പറഞ്ഞു ഒന്ന് ഡയറ്റ് കൺട്രോൾ പറഞ്ഞു. വീക്ക്ലി വൺസ് ഓക്കെ ആണെന്നാ പറഞ്ഞു, അക്സെപ്റ്റബിൾ. അപ്പോൾ KFന്റെ ഇഫ്താർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ആഴ്ച നിങ്ങൾ വേറെ ഇഫ്താർ ഒന്നും അറ്റൻഡ് ചെയ്യരുത്. അപ്പൊ അത് ബാലൻസ് ആയിക്കോളൂ, അല്ലേ? അതെ, ഓക്കെ. ബാലൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് സ്കില്ല്. അതെ, കാരണം ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻസ്, നമ്മുടെ കുറെ റോങ് നോഷൻസ് ക്ലിയർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ആളുകൾ ഇവിടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്നതാണ്. പലപ്പോഴും ഇത്ര ദിവസം കൊണ്ട് ഇത്രയും വെയിറ്റ് കുറച്ചു. ശരിക്കും അത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണല്ലോ, അത് ശ്രദ്ധിക്കേണ്ടത്.
എനിക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൂ. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലേ നമ്മളിപ്പോൾ നോർമലി ലെറ്റ്സ് ഒരു 6-7 o'clock ഡിന്നർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എത്ര സമയത്തിന്റെ ഉള്ളിൽ കഴിക്കുന്നതാണ് ഹെൽത്തി? അത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ മാക്സിമം 12 hours ഫാസ്റ്റിംഗ് ടൈം കീപ്പ് ചെയ്യും എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതെല്ലാവരും തുടങ്ങുക ഇന്ന് വരെ നോർമലി കഴിച്ചിട്ടേ നാളെ മുതൽ ഈ ഒരു 8 മണിക്കൂറും ബാക്കി 12 hours ഫാസ്റ്റിംഗിലേക്കും പോകും. അത് ആക്ച്വലി നമ്മളെ ശരീരത്തിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തുന്ന പോലെയാണ്. നമ്മൾ ഏതൊരു ഡയറ്റ് പാറ്റേണിൽ പോകുമ്പോഴും അതിനൊരു ലാഗ് ഫേസും ഒരു ലോഗ് ഫേസിലും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിപ്പം 12 hours ഒറ്റയടിക്ക് നാളെ തുടങ്ങാതെ അത് നിങ്ങളൊരു ഈറ്റിംഗ് പാറ്റേണും നിങ്ങളൊരു ടൈം ഇന്റർവെലും ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഒരു ഡയറ്റീഷ്യന്റെ കൂടെ തന്നെ ഇരുന്നിട്ട് അതിനെ നിങ്ങളൊരു 3 weeks വരെ ടൈം കൊടുത്തിട്ട് നിങ്ങളൊരു സ്ട്രിക്റ്റ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലേക്ക് പോകാൻ പാടുള്ളൂ. അത് സഡൻ സ്റ്റാർട്ടിങ്ങും സഡൻ സ്റ്റോപ്പിംഗിലേക്കുമാണ്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് അൺസയന്റിഫിക് രീതിയിൽ എന്ന് തന്നെ പറഞ്ഞത്. അതായത് നോർമലി ഇപ്പൊ ഈ പിന്നെ നമ്മൾ ഒരു മീലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് മാഡം പറഞ്ഞല്ലോ. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് കൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യലല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മള് ബിറ്റ്വീൻ ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാണല്ലോ. അപ്പൊ 12 hours ആണെങ്കിലും പിന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് സ്റ്റിൽ ഹെൽത്തി ആണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഇപ്പൊ ഓൾറെഡി ഒരു 10 hours ഒക്കെ പിന്നെ ഒരു ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടയിൽ ഒരു വിൻഡോ കീപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾ ഒരു നെക്സ്റ്റ് ഒരു 1 week കൊണ്ട് മെല്ലെ അത് 12 ആക്കുന്നതിന് തെറ്റില്ല. നമ്മളൊരു ലേറ്റ് ഡിന്നറും ഒരു ടൈമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക, അല്ലെങ്കിൽ മിനിമം ഒരു 7 hours 8 hours മാത്രം ഗ്യാപ്പ് ഉള്ള ഒരു ഡിന്നർ ടു ബ്രേക്ക്ഫാസ്റ്റ് വിൻഡോ ഉള്ള ഒരാളാണെങ്കിൽ നെക്സ്റ്റ് ഡേ 12 hours കീപ്പ് ചെയ്യുന്നത് നല്ലതല്ല. അതിന് മെല്ലെ മെല്ലെ ആ ടൈം ഇന്റർവെൽ കൂടാം. അതെ. അതിപ്പം അത് പച്ചക്കറികളിലൊക്കെ ബാധകമാണ്. ഇപ്പൊ നിങ്ങൾ ഒരു സ്പൂൺ വെജിറ്റബിൾ മാത്രമാണ് നിങ്ങൾ പിന്നെ ഇപ്പൊ ലഞ്ചിന് ഉൾപ്പെടുത്തുന്നതെങ്കിൽ ഈ ക്ലാസ് കേട്ട് നാളെ പോയിട്ട് ഒരു കപ്പ് ഒറ്റയടിക്ക് ഉൾപ്പെടുത്തരുത്. അത് മെല്ലെ മെല്ലെ അളവ് കൂട്ടണം. നിങ്ങളുടെ ഗട്ടില് അതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയത്ത് കൊടുക്കണം. അപ്പൊ നെക്സ്റ്റ് സുമീർ അൺമ്യൂട്ട് ചെയ്യാം. ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് പല ആളുകളും 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് എന്താ പറയുക? അതെ. അത് നമ്മൾ ഈ സ്ട്രിക്റ്റ് ഇന്റർമീഡിയന്റിലേക്ക് പോകുന്നത് സഡൻ ആവരുത് എന്നുള്ളത് തന്നെയാണ്. 16 hours അയാളുടെ ബോഡിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. അത് അവരുമായിട്ട് കണ്ടിന്യൂസ് അവരെ കൂടെ ഇരുന്ന് അവരെ പാറ്റേൺ മനസ്സിലാക്കി നമ്മളൊരു 4 weeks എങ്കിലും ഫോളോ അപ്പിൽ നിന്നാലേ നമുക്ക് ആ ഒരു കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടോന്ന് മനസ്സിലാവുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് ഹാർംഫുൾ. ഓക്കെ, നെക്സ്റ്റ് സുമീർ. അസ്സലാമലൈക്കും. വളരെ നല്ല സെഷൻ ആയിരുന്നു. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. കാരണം ഇത്രയും നേരമായിട്ടും നമ്മൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഡിന്നർ സ്കിപ്പ് ചെയ്യുന്ന ഒരു മിത്താന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ പല മാർഗങ്ങളും നോക്കി, ഒന്നും നടന്നില്ല. ഞാൻ നടക്കാൻ പോയി, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും വെയിറ്റ് കുറയുന്നില്ല. ലാസ്റ്റ് ഡിന്നർ സ്കിപ്പ് ചെയ്തപ്പോഴത്തേന് എനിക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റി. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 8 kilos പിന്നെ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ഡിന്നർ സ്കിപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ്, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് കാണുമോ ഫ്യൂച്ചറിൽ? അതിന്റെ മുന്നേ ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ 8 kilo കുറഞ്ഞു എന്ന് പറയുന്നില്ലേ, നമുക്ക് കുറയേണ്ടത് ബോഡി ഫാറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ആ 8 kilo വെയിറ്റ് കുറഞ്ഞിട്ട് നിങ്ങളൊരു ഡെക്സാ സ്കാനോ അല്ലെങ്കിൽ ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ചെയ്യുന്ന ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങളെ മസിൽ മാസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതെ, ഞാനത് ചെയ്തിരുന്നു. അപ്പൊ മസിൽ പിന്നെ കുറച്ച് കുറവാണ്, ഫാറ്റ് കൂടുതലാണെന്നാണ് വിസറൽ റിസൾട്ട് ഫാറ്റ് വന്നത്. കൂടുതലാണ്. അതാണ് അതിന്റെ കുഴപ്പം. അതുകൊണ്ടാണ് നിങ്ങളൊരു വെയിങ് സ്കെയിലിൽ ജസ്റ്റ് വെയിറ്റ് നോക്കിയിട്ട് അതിൽ നമ്മൾ ഹാപ്പി ആവുന്ന ആ ഒരു പ്ലഷർ ഉണ്ടല്ലോ, അതിൽ കാര്യമില്ല എന്ന് പറയാൻ കാരണം അതാണ്. ബോഡി കോമ്പോസിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ബോഡി വെയിറ്റ് കുറഞ്ഞില്ല എന്നുള്ളതിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടരുത്. അതിലാകെ നിങ്ങൾ ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഹാപ്പിനെസ്സിൽ കൂടുതൽ അതിലില്ല. ഹെൽത്തി ആവാൻ ശ്രമിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ പിന്നെ എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേന് നമ്മൾ എത്ര നോക്കിയാലും മാക്സിമം ഒരു 300-400 calories ബേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേന് വെയിറ്റ് ലൂസ് ആവുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു. ലാസ്റ്റ് പിന്നെ ഞാൻ ഷുഗർ സ്കിപ്പ് ചെയ്തു.
ഇതെല്ലാം ചെയ്തിട്ടും ഡിന്നർ സ്കിപ്പ് ചെയ്തപ്പോഴാണ് വർക്കൗട്ട് ആയത്. അതുകൊണ്ട് അങ്ങനെ ഡിന്നർ സ്കിപ്പ് ചെയ്തപ്പോ ഭയങ്കര ഒരു കാലറി റിഡക്ഷൻ വന്നിട്ടുണ്ടാവും. വെരി ലോ കാലറി ഡയറ്റ് നല്ലതല്ല. ഓക്കെ അതാണ് ഇതിന്റെ കുഴപ്പം. ആ വിസറൽ ഫാറ്റ് കൂടുന്നതേ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൂടും. പ്രമേഹം വരാനുള്ള സാധ്യതയിലേക്ക് അവിടെ പോകും. ഓക്കെ വെയിറ്റ് ഓക്കെ അപ്പൊ അത് വെയിറ്റ് കുറയുക എന്നുള്ളത് നിങ്ങൾ എത്ര ഡ്യൂറേഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞല്ലോ, അത് സ്ലോ ആൻഡ് സ്റ്റഡിയിൽ തന്നെ വെയിറ്റ് പോകണം. നമ്മൾ ഭയങ്കര റിസൾട്ട് ഓറിയന്റഡ് ആകുമ്പോഴാണ് നമ്മൾ ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ എന്താ പറയാ ഒരു സങ്കടം വരികയൊക്കെ ചെയ്യാം. ഓക്കെ അപ്പൊ ഇത് നല്ലതല്ല അല്ലേ? പിന്നെ ഡിന്നർ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പിംഗ് സ്കിപ്പ് മീൽസ് ചെയ്യുന്ന അല്ല. ഓക്കെ ഓക്കെ താങ്ക് യു പിന്നെ ഫോർ അത് ദ നമുക്ക് സ്കിപ്പിംഗ് മീൽസ് അല്ലാതെ ഏറ്റവും മിനിമൽ മാത്രം നമ്മളൊരു ഡിന്നർ പ്ലേറ്റിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്നാലും അത് ലോങ് ടേമിൽ കൊണ്ടുപോകാൻ പറ്റൂല. ഓക്കെ ഓക്കെ താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. അല്ല എനിക്ക് എൻ്റെ ഉള്ള ആ മിത്ത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഡിന്നർ സ്കിപ്പ് ചെയ്തപ്പോഴാണ് അത് വർക്കൗട്ട് ആയത്. അതുകൊണ്ട് അത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കുറച്ച് പേര് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ചാറ്റിൽ കമന്റ്സിൽ ഇട്ടിട്ടുണ്ട്. ഒരു കമന്റ്സിൽ പ്രഗ്നന്റ് ലേഡിക്കുള്ള മീൽ പ്ലാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നന്റ് ലേഡീസ് മീൽ പ്ലാൻ ആയിട്ട് നമുക്ക് അറിയാം ഓരോ ഡയറ്റ് ആളുകളുടെ ആഹാര രീതി വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ മീൽ പ്ലാൻ എന്ന് പറയുമ്പം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ വീട്ടിലുള്ള ആഹാര രീതിയും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ആയിട്ട് കൊടുക്കുക. അതല്ലാതെ ശ്രദ്ധിക്കേണ്ട പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം പ്രഗ്നന്റ് ലേഡീസ് ഫസ്റ്റ് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് 3 ട്രൈമസ്റ്റർ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും, നോസിയാറ്റിക് ആയിരിക്കും. നെക്സ്റ്റ് 2 ട്രൈമസ്റ്റേഴ്സിലേക്കും വരുമ്പോൾ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല എനർജി ഡെൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു പ്രോട്ടീൻ പോർഷൻ പറഞ്ഞില്ലേ, അത് നിർബന്ധമായിട്ടും ലഞ്ചിലും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. പിന്നെ പ്രഗ്നന്റ് ലേഡീസിൽ പൊതുവേ വരുന്നത് നമ്മളെ ബോഡി എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പം നമുക്ക് അത്രയും ബ്ലഡ് വോളിയം കൂടും. അപ്പൊ അത്രയും ബ്ലഡ് വോളിയം കൂടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മളെ ബോഡി ഹൈഡ്രേറ്റഡ് ആവണം. പ്രഗ്നന്റ് ലേഡീസിന് പൊതുവേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ എന്താ പറയുക കിഡ്നി സ്റ്റോൺസ് ഒക്കെ പോലെ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ പോലുള്ളത്. അപ്പൊ നന്നായി ഹൈഡ്രേറ്റഡ് ആവാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ ഇതുപോലത്തെ സ്നാക്കിംഗ് ഒക്കെ വെള്ളം പോലെയുള്ളതോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ പോലെയുള്ള സ്നാക്കിങ്ങുകൾ ഉൾപ്പെടുത്തുക. പിന്നെ പ്രഗ്നന്റ് ലേഡീസിന് വരുന്നതാണ് അയൺ ഡെഫിഷ്യൻസി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അയൺ കണ്ടന്റ് കൂടാനുള്ള ഭക്ഷണ രീതി അത് 2 രീതിയിലും വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സപ്ലിമെന്റേഷൻ ആണ്. പ്രത്യേകിച്ച് പിന്നെ ഇപ്പം പറയുന്നത് നമ്മൾ ഫോളിക് ആസിഡ് എടുക്കുന്നത് പ്രഗ്നൻസി പ്രിപ്പയറിംഗ് ഫോർ പ്രഗ്നൻസി എന്നാണ് ഇപ്പൊ പറയുന്നത്. പണ്ട് നമ്മൾ ഫസ്റ്റ് 3 ട്രൈമസ്റ്ററിൽ നിർബന്ധമായിട്ടും ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ് എടുക്കണം എന്ന് പറയുന്നു. അപ്പം നമ്മൾ പ്രഗ്നന്റ് ആവാൻ തീരുമാനിക്കുന്നതിന്റെ മുന്നേ തന്നെ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഈ ജനിതക വൈകല്യങ്ങളൊക്കെ ഒഴിവാവാൻ നല്ലത് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനത്തെ സപ്ലിമെന്റ്സ് ഫോക്കസ് ചെയ്യണം. കാൽഷ്യം വിറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കണം. അത് ത്രൂ ഔട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയും നിങ്ങൾ പ്രസവശേഷം ഫസ്റ്റ് 6 മന്ത്സ് വരെ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണം. അങ്ങനത്തെ സപ്ലിമെന്റ്സും ഫോക്കസ് ചെയ്യുക. ഇതാണ് ഒരൊറ്റ വാക്കിൽ പ്രഗ്നൻസിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് പൊതുവെ നോസിയാറ്റിക് ഒക്കെ ആവുമ്പം അങ്ങനത്തെ ഫീലിംഗ് ഒരു പിന്നെ ഇങ്ങനത്തെ ഓക്കാൻ ഇടക്കിടക്ക് വരുന്നത് കുറയ്ക്കാൻ ക്രാക്കേഴ്സ് നമ്മൾ ഈ ബിസ്ക്കറ്റ്സ് ഒക്കെ പോലുള്ളത് വെച്ച് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു പ്യൂക്കിംഗ് എഫക്റ്റ് ഒക്കെ കുറയും എന്ന് പറയുന്നുണ്ട് പഠനങ്ങൾ. അപ്പൊ അങ്ങനത്തെ പൊടിക്കൈകളൊക്കെ ചെയ്തു നോക്കാം. തെൻസീം എന്താ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ. തൻസീം അൺമ്യൂട്ട് ചെയ്തോ? മ്യൂട്ടാണ്. ഹലോ. ഓക്കെ ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. വലൈക്കും സലാം. തൻസീം ഇത്രയും നേരം നിന്റെ മുമ്പിൽ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നോ? ചോദിച്ചോ. അതെ, ഇത് ഫസ്റ്റ് ഓഫ് ഓള് ഈ ടോപ്പിക് സെലക്ട് ചെയ്തതും ഇതിന്റെ അവതാരകയും വളരെ ഗംഭീരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും. കാരണം ഇത് വെച്ചാൽ ഒരു പബ്ലിക് ടോപ്പിക്കാണ്. എല്ലാവർക്കും 3 നേരം വയറ്റിലേക്ക് പോണ സാധനം ആയതുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എൻ്റെ അടുത്ത് കുറെ സംശയങ്ങളുണ്ട്. അതിന്റെ കുറെ ആൻസേഴ്സ് കിട്ടി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കണ്ട. ഓക്കെ. അപ്പൊ എന്റെ മെയിൻ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓഫ് ഓള് ഈ ഷുഗർ കട്ട് ചെയ്തിട്ട് സാധാരണ ചില ആൾക്കാര് സ്റ്റീവിയയിലേക്ക് പോകും. അപ്പൊ ഈ സ്റ്റീവിയ നല്ലതാണോ? അതിനെ കുറിച്ച് പലരും 2 അഭിപ്രായം പറയുന്നുണ്ട്. അതെന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം?
അതൊന്ന്. പിന്നെ ഈ വെയിറ്റ് നിങ്ങൾ വെയിങ് സ്കെയിലിൽ നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് അല്ല കിട്ടണേന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ് മസിൽ മാസ് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? വെയിറ്റ് കുറയുമ്പോ നമ്മുടെ മസിൽ മാസ് അല്ല, ശരിക്കും വെയിറ്റ് ആണ് കുറയണത്, ഫാറ്റ് ആണ് കുറയണത്, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? സ്റ്റക്കായോ? ഓക്കെ, ഞാൻ ഈ രണ്ട് പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഡയറ്റ്സോ ടിപ്സോ? ഇത്രയാണ് എങ്ങനെ? 3 ക്വസ്റ്റ്യൻ. ഓക്കെ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടില്ല. കൊളസ്ട്രോൾ റിഡക്ഷൻ, കൊളസ്ട്രോൾ റിഡക്ഷൻ. അതിന് വലിയ ഡയറ്റ് ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ആ സംഭവം ഉണ്ടോ? ഓക്കെ അതൊരു ഓക്കെ. ഒന്ന് സ്റ്റീവിയൻ്റെത് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പം ഇങ്ങനത്തതൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നത് FDA ഗൈഡ് ലൈൻസുകളാണ്. അപ്പൊ അതിലുള്ള കോമ്പണൻസ് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും സ്റ്റീവിയന്റെ നമ്മൾ ഇൻഫർമേഷൻസ് നോക്കണം. ഇനി നമ്മൾ ഏത് പിന്നെ ഷുഗർ ഓൾട്ടർനേറ്റീവ്സ് നോക്കുകയാണെങ്കിലും അത് നമ്മൾ ലോങ് ടേം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ടൈം യൂസ് ചെയ്യുന്നതോ നല്ലതല്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഷുഗേഴ്സ് പിന്നെ ഇൻസുലിൻ സെക്രീഷൻ എന്തായാലും ഉണ്ടാക്കും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അത് നമുക്ക് ആ സമയത്ത് പക്ഷെ ആക്ച്വൽ ഷുഗർ റിലീസ് ബ്ലഡിൽ സംഭവിക്കാതിരിക്കുകയും അങ്ങനെ ഇൻസുലിന് വേണ്ട രീതിയിൽ ആക്റ്റീവായി നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ അവിടെ വരും. ഒരു സ്യൂഡോ ഒരു എഫക്റ്റ് അവിടെ വരും എന്നുള്ള ഒരു ഫാക്ടർ അതിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോങ് ടേം ആയിട്ട് ഒരു ഷുഗേഴ്സും അതായത് ഷുഗർ ഓൾട്ടർനേറ്റീവ്സും ഇറ്റ് ക്യാൻ ബി സ്റ്റീവിയ അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. പക്ഷെ ഒരു മിനിമൽ എമൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം ബോഡി കോമ്പോസിഷൻ. ഒന്ന്, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന രീതികൾ ശരിയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത്തേത് നമ്മളെ വേസ്റ്റിന്റെയും ഹിപ്പിന്റെയും റേഷ്യോ ആണ്. നമ്മൾ വേസ്റ്റും ഹിപ്പും അളന്നിട്ട് അതിന്റെ ഒരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നമ്മളൊരു 1.9 എബവ് ആണെങ്കിൽ നമുക്ക് അബ്ഡോമിനൽ ഒബസിറ്റി കൂട്ടും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അബ്ഡോമിനൽ സർക്കംഫറൻസ് എടുത്ത് നോക്കിയാലും മതി. അപ്പൊ ഒരുപാട് നിങ്ങൾക്ക് വേസ്റ്റിന്റെയും ഹിപ്പിന്റെയും റേഷ്യോ നോക്കുമ്പോൾ 1.9 മീറ്റേഴ്സിന്റെ എബവ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ അബ്ഡോമിനൽ ഫാറ്റ് കൂട്ടുന്നതാണെന്നും അത് ജീവിതശൈലി രോഗം വരാനുള്ള സാധ്യത കൂട്ടും എന്നുള്ളതാണ് ഒരു സിമ്പിൾ മെഷർമെന്റ്. ഇനി അതല്ല രീതികൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ വെയിറ്റ് സഡൻ ആയിട്ട് കുറയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്നും ഞാൻ ഒരു ഉത്തരം പറഞ്ഞിരുന്നു. ഡിന്നർ സ്കിപ്പ് ചെയ്തപ്പോൾ വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞു. പക്ഷെ അതിൽ അവരൊരു ബോഡി കോമ്പോസിഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വിസറൽ ഫാറ്റ് കൂടുതലും മസിൽ മാസ് കുറവാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അവർ എത്തിയിരുന്നു. അതാണ് ശരിക്കും സഡൻ വെയിറ്റ് ലോസിൽ സംഭവിക്കുന്നത്. അപ്പൊ വെയിറ്റ് ലോസ് ഒരിക്കലും ഒരു 10 days ഒരു ടാർഗറ്റോ അങ്ങനെയുള്ള രീതിയിൽ കീപ്പ് ചെയ്യാതിരിക്കാം. പിന്നെ നമുക്ക് ബോഡി കോമ്പോസിഷൻ അറിയാനുള്ള ടെസ്റ്റുകളാണ് ഈ പറയുന്ന പോലെ ഡെക്സ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, അല്ലെ BIA എന്ന് പറയുന്ന ടെസ്റ്റുകളുണ്ട്. BIA എന്ന് പറയുന്നത് ബയോ ഇലക്ട്രിക്കൽ ഇംപിഡൻസ് അനാലിസിസ് ടെസ്റ്റ് ആണ്. ഈ പറയുന്ന ടെസ്റ്റുകളിലൂടെ നിങ്ങളുടെ BIA ഇങ്ങനത്തെ ടെസ്റ്റുകളാണ് തമ്മിൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ. ഞാൻ ചോദിച്ചതിന്റെ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ഇങ്ങനെ കുറെ ഡയറ്റീഷ്യൻസ് ഇങ്ങനെ ഓൺലൈനും ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ പലതും എന്റെ വൈഫും കുറെ ഒക്കെ ചെയ്തു. അപ്പൊ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഒരു ഡൗട്ട്, ഇപ്പൊ വെയിറ്റ് ആണോ മസിലാണോ എന്താണ് കുറഞ്ഞേക്കണേന്ന്? അത് ഈ ടെസ്റ്റുകളിലൂടെ അത് ചെയ്യാൻ പറ്റും. ഈ ടെസ്റ്റുകളിലൂടെ പിന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളെ ബോഡി നമ്മൾ ഫീൽ ചെയ്യണം എന്നുള്ള ഒരു തിയറിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം പിന്നെ ഈ ബയോ ഇലക്ട്രിക്കൽ ഇംപിഡൻസ് അനാലിസിസ് തന്നെ മൾട്ടി ഫ്രീക്വൻസി BIA എന്ന് പറയുന്ന എക്യുപ്മെന്റ് തന്നെ ആണോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അത് ഒന്നുമില്ല, ഒരു ഇലക്ട്രിക് ഇമ്പൾസ് പാസ് ചെയ്യാണ്. അത് കൈകളിലും കാലുകളിലും അതിന്റെ റോഡ്സ് വരുന്ന രീതിയിലാണ് എക്യുപ്മെന്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയാലും നിങ്ങൾക്ക് എക്യുപ്മെന്റ്സ് മനസ്സിലാവും. ഇൻബോഡി എന്ന് പറഞ്ഞ മെഷീന്റെ അതെ ഇൻബോഡിന്റെ ഒരു മൾട്ടി ഫ്രീക്വൻസി BIA വേരിയേഷൻ ഉള്ള ഇൻബോഡിന്റെ പല വേരിയേഷൻസും ഉണ്ട്. അതില് പിന്നെ മൾട്ടി ഫ്രീക്വന്റ് ഈ അനാലിസിസ് വരുന്ന BIA നോക്കണം. പൊതുവെ ജിമ്മിലൊക്കെ കാണും ഇൻബോഡിന്റെ എക്യുപ്മെന്റ്സ് കാണാം. തൻസീമ നമ്മളെ നെഹദിയില് അതുണ്ട്. നെഹദിയില് അതിന്റെ ചെക്കിംഗ് ഉണ്ട്. ഇപ്പൊ അതിന്റെ ഓഫറും ഉണ്ട്. 3 തവണ ചെക്ക് ചെയ്യാൻ 50 റിയാലേ ഉള്ളൂ. വേഗം പോയി ചെക്ക് ചെയ്തോ.
ഇനി ടെസ്റ്റ് ഒന്നുമില്ല ചെയ്യാനാ. ആ അല്ല ഞാൻ ഫിറ്റ്നസ് കഴിഞ്ഞ ടൈമിലൊക്കെ കഴിഞ്ഞ ആഴ്ച ഒക്കെ 100 റിയാൽ ആൻഡ് എബവ് ആണ്. അപ്പോ കഴിഞ്ഞ കുറച്ചുകൂടെ ആഴ്ചയിൽ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തതാണ്. എന്തൊക്കെയോ കൊളസ്ട്രോൾ, അപ്പൊ കൊളസ്ട്രോൾ ഹൈ ആണ്. അതാണ് ഞാൻ കൊളസ്ട്രോളിന്റെ റിഡക്ഷൻ അല്ലല്ല, ആ ചോദിച്ചത്. ടെസ്റ്റ് അല്ല, ആ കൊളസ്ട്രോള് ടെസ്റ്റ് അല്ല ഇത്. അത് ബ്ലഡ് ടെസ്റ്റിലായിരിക്കും അല്ലേ? അതെ, ആ ആ ഇത് ഇത് ഇൻബോഡി ബ്ലഡ് ടെസ്റ്റ് അല്ല, വെച്ചിട്ടുള്ള ഇത് ബോഡി ബോഡി കോമ്പോസിഷന് നിങ്ങൾക്ക് ഒരു കോമ്പോസിഷൻ പ്രിന്റ് ടെസ്റ്റ് കിട്ടുള്ളൂ. ആണ്. ഒന്നും അതെ, ഇത് അതല്ലേ. നമ്മളെ ഫിറ്റ്നസ് പരിശോധന ഒന്നും ടൈമിലൊക്കെ ഉണ്ട്. ഉണ്ടാവില്ല. നമ്മളെ ജിമ്മ് ഫിറ്റ്നസ് ടൈമിലൊക്കെ അവർ ചെയ്തു അതെ, കൊടുക്കുന്നുണ്ട്. അതെ മിക്കവാറും അതെ, ജിമ്മിലും ഉണ്ട്, പക്ഷെ ജിമ്മിലൊക്കെ കുറച്ച് കാണാറുണ്ട് എക്സ്പെൻസീവ് ആണ്, ഇൻബോർഡിന്റെ. എക്കണോമിക്കൽ ആണ്. ആ ഓക്കെ ഓക്കെ. അല്ല, ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാണ്ട്. ഇത് നമ്മൾ സ്റ്റീവിയ യൂസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് കൊളസ്ട്രോൾ കൂടുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ 1-2 പേര് പറയുന്നത് കേട്ടു ഇങ്ങനെ. അപ്പൊ ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അതില് എവിഡൻസ് ആയിട്ട് ഇല്ല. പക്ഷെ കൊളസ്ട്രോൾ കൂടാൻ അവര് ആഹാര രീതി മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം വിറ്റമിൻ ഡി എല്ലാവർക്കും ഡെഫിഷ്യന്റ് ആണ്. വിറ്റമിൻ ഡി എല്ലാവർക്കും കുറവാണ്. അപ്പൊ ഷുഗർ, ഇപ്പൊ ഡയബറ്റിക് ആയവർക്ക് വിറ്റമിൻ ഡി കുറവാണോ എന്ന് ചോദിക്കുന്ന പോലെ ആയിരിക്കും അത്. കാരണം അത് കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മുടെ ഈറ്റിംഗ് പാറ്റേണിൽ കൂടാനുള്ള കാരണമാണ്. ഇപ്പം അതില് മൂന്നാമത്തെ ചോദ്യം കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മൾ 2 കൊഴുപ്പ് പറഞ്ഞിരുന്നു, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. അപ്പൊ നമ്മൾ നല്ല കൊഴുപ്പ് എന്ന് പറയുന്ന ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്തുമ്പം കുറെയൊക്കെ നമ്മളെ ലിപ്പിഡ് പ്രൊഫൈല് ഇംപ്രൂവ്ഡ് ആവും. കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആവും. പിന്നെ അതിൽ നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഈ കട്ടിയാവുന്ന എണ്ണകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ബട്ടർ, ഗീ, അല്ലെങ്കിൽ പിന്നെ ഡാൽഡ, പിന്നെ നമ്മളെ മീറ്റിലൊക്കെ ഉണ്ടാവുന്ന ഫാറ്റ്സ്. ഇപ്പൊ ചിക്കനൊക്കെ ആണെങ്കിൽ മാക്സിമം നന്നായി കൊഴുപ്പ് കളഞ്ഞിട്ട് മാത്രം പ്രിപ്പറേഷൻസിലേക്ക് പോവുക. അങ്ങനെയുള്ളതാവുമ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ലിപ്പിഡ് പ്രൊഫൈൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നന്നായി ഫൈബർ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ, പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അഷ്ഫാഖ് എന്തോ ചോദിക്കുന്നു. അഷ്ഫാഖ്, ഗുഡ് ഈവനിങ് മാഡം. പേര് അഷ്ഫാഖാണ്. എനിക്കുണ്ടത് ചോദ്യം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആ കേൾക്കണ്ട. വിറ്റമിൻ ഡിനെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിപ്പോ ഈ വാക്സിനേഷൻസ് ഒക്കെ നമ്മളെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ വിറ്റമിൻ ഡിയിൽ എന്തെങ്കിലും ചെയ്യേണ്ട ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടോ? വിറ്റമിൻ ഡി നമ്മളൊരു ലൈഫ് സ്റ്റൈലിലെ നമുക്ക് സൺ എക്സ്പോഷർ കുറവായതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും വിറ്റമിൻ ഡി കുറവാണ്. മെജോറിറ്റി പോപ്പുലേഷൻ വിറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണ്. അപ്പോൾ അതില് നമുക്ക് പിന്നെ ഭയങ്കര ഇൻസഫിഷ്യൻസിയിലൊക്കെ എത്തുമ്പോൾ പൊതുവെ എല്ലാവരും ഭയങ്കര ക്ഷീണം പിന്നെ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊതുവെ നമ്മളൊരു പ്രാക്ടീസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പം പിന്നെ വിറ്റമിൻ ഡി വളരെ കുറവാണെങ്കിൽ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ ഡയറ്റ് പാറ്റേൺ നോക്കും. ഡയറ്റ് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരുപാട് വെറൈറ്റീസിൽ വിറ്റമിൻ ഡി ഇല്ല. സപ്ലിമെന്റേഷൻ പ്ലസ് അഡിക്വേറ്റ് സൺ എക്സ്പോഷർ ആണ്. ഈ പറഞ്ഞ പോലെ ക്ലോത്ത് പിന്നെ ബോഡി കവേർഡ് ആണെങ്കിൽ വിറ്റമിൻ ഡി പ്രൊഡക്ഷൻ നടക്കൂല. അപ്പൊ മാക്സിമം സ്കിന്ന് എക്സ്പോസ്ഡ് ആവണം. അതേപോലെ തന്നെ പിന്നെ ഈ ക്രീമുകൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ കാറിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഗ്ലാസസ് ഉണ്ടാവും അല്ലെ, വിൻഡോ ഗ്ലാസസ് ഒക്കെ ആ വെയിലാണ് നിങ്ങൾ കൊള്ളുന്നതെങ്കിലും വിറ്റമിൻ ഡി പ്രൊഡക്ഷൻ നടക്കൂല. ഇതൊക്കെ ബാരിയേഴ്സ് ആണ്. അപ്പം ഇങ്ങനെയാണ്. ഒന്ന് നല്ല ഇൻസഫിഷ്യൻസി ഉണ്ടെങ്കിൽ സപ്ലിമെന്റേഷനിലേക്ക് പോകണം. ഞാനിപ്പോ സെയിൽസിലാണ് ജോലി. ഇപ്പം അധികം വെയിൽ കൊള്ളുന്ന ഒരു ഇതാണുള്ളത്. പക്ഷെ എന്നിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ I was on 19. പിന്നെ ഫാമിലിയിൽ നിങ്ങൾ ഫുൾ സ്ലീവ് ഷർട്ട്സ് ഒക്കെ അല്ലേ യൂസ് ചെയ്യാം? അതെ. ക്ലോത്ത് ഒരു ബാരിയർ ആണ്. അപ്പൊ സപ്ലിമെന്റേഷനിൽ നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടോ എന്നാണ് ചോദ്യം. സപ്ലിമെന്റേഷൻ എപ്പോഴും കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ എന്താ പറയാ, ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെയുള്ള ഇതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി അങ്ങനത്തതിലേക്ക് പോവാതിരുന്നാൽ മതി. സപ്ലിമെന്റേഷൻ എപ്പോഴും സയന്റിഫിക് ആയിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അല്ലെങ്കിൽ നമുക്കത് ഓർഗൻസിന് അറ്റ്ലീസ്റ്റ് 20 എബോവ് വേണം. 20 എബോവ് നിർബന്ധമായിട്ടും വേണം. ഇൻസഫിഷ്യൻസിയിലേക്ക് പോകും അല്ലെങ്കിൽ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോ ഞാൻ 8 മന്ത് പ്രഗ്നന്റ് ആണ്. അപ്പോ ഈ ഫാസ്റ്റിംഗിൽ ചില ഡോക്ടേഴ്സിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ബോഡി ശ്രദ്ധിച്ച് നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ബാലൻസ്ഡ് ആയിട്ടുള്ള മീല് ബിഫോർ ഫാസ്റ്റിങ്ങും ആഫ്റ്റർ ഫാസ്റ്റിംഗും ഒക്കെ കഴിച്ചാൽ മതി എന്നൊക്കെ. പക്ഷെ എനിക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിശപ്പാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കിട്ടണം. അതുപോലെ ഇത്രയും നേരം 12-13 hours ഒക്കെ നമ്മൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അത്രയും നേരം ബേബിക്ക് കിട്ടേണ്ടത് ആ ഒരു രാവിലെ കഴിക്കുന്നതിനൊക്കെ കിട്ടുമോ? ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ജനറൽ ആയിട്ട് അത് ചോദിക്കുകയാണ്. ഡിപ്പെൻസ് ഓൺ ദ മദേഴ്സ്. കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഭയങ്കര വിശപ്പാണ്, ഇടക്കിടക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള കാറ്റഗറിയിൽ ഉള്ളതാണെങ്കിൽ പിന്നെ ബെറ്റർ നോട്ട് ടു ടേക്ക് ഫാസ്റ്റ്. ചില ആളുകൾക്ക് ഒരു സമയത്ത് തന്നെ നല്ലൊരു അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, ബേബീസിന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വെയിറ്റ് അഡിക്വേറ്റ് ആണോ എന്നുള്ളത്, അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നും ഫാസ്റ്റ് ചെയ്യാത്തതാണ് നല്ലത്. അതർവൈസ് യു ക്യാൻ. അപ്പൊ അത്രയും നേരം നമ്മൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ബേബിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കോളും. ഈ ഒരു പ്രത്യേകിച്ച് ഇത്രയും അതെ, ഗ്രോത്ത് നിൽക്കുന്ന സമയത്ത് അത് നമ്മള് നോർമൽ ആളുകൾ കഴിക്കുന്ന പോർഷൻ സൈസ് അല്ല. നമ്മളിപ്പോ 2200 കാലറിയാണ് സാധാരണ ആളുകൾ കഴിക്കുക. പ്ലസ് ഒരു 500 കാലറി എക്സ്ട്രാ പ്രഗ്നന്റ് മദേഴ്സ് കഴിക്കണം. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന അത്താഴത്തിന്റെയും ഇഫ്താറിന്റെയും പോർഷൻ സൈസ് ഡിഫറെന്റ് ആയിരിക്കണം. അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. കുറച്ച് അളവ് കൂട്ടണം. അതുപോലെ 13 hours ഒക്കെ വാട്ടർ ഇല്ലാണ്ടിരിക്കുമ്പോഴും അതും ഒരു പ്രശ്നം തന്നെയല്ലേ? അതിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇഫ്താർ മുതൽ അത്താഴം വരെയുള്ള സമയത്ത് അഡിക്വേറ്റ് ആയിട്ട് വെള്ളം ശരീരത്തിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ മദേഴ്സിനും ഓൾറെഡി നിങ്ങൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഗ്ലൈസമിക് കൺട്രോൾ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കുറച്ച് വിശക്കുമ്പോഴത്തേക്ക് ഫെയിന്റിങ്ങോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകളാണെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു. എല്ലാ പ്രഗ്നന്റ് മദേഴ്സും നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ജനറൽ കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ്. അതെ, പക്ഷെ ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ വിഷമുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എടുക്കാൻ മേ ബി ഉദ്ദേശിച്ചില്ല. നമ്മള് കുട്ടികളോടൊക്കെ പറയുമല്ലോ, നോമ്പെടുത്ത് തുടങ്ങുമ്പോൾ ഹാഫ് ഡേ ഒക്കെ നോക്കി പിന്നെ നമ്മൾ നോമ്പ് മുറിച്ച് അങ്ങനെയുള്ള ട്രയൽസ് കൊടുക്കാം. ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആയതാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ട്രയൽസ് കൊടുക്കാം. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു എനി ടൈം യു ക്യാൻ ബ്രേക്ക് ദ ഫാസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടെ, നേരത്തെ മിത്സ് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു വേ പ്രോട്ടീൻ കണ്ടു. അപ്പൊ നമുക്കിപ്പോൾ അഡിക്വേറ്റ് പ്രോട്ടീൻ ഇൻടേക്ക് നമ്മുടെ ഫുഡിൽ നോർമലി ഇല്ല, നേരത്തെ പറഞ്ഞ 1 to 2% വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സപ്ലിമെന്റ്സ് എടുക്കല്ലാതെ വേറെ വഴിയുണ്ടോ? എന്താണ് അതിന്റെ ഒരു ഭക്ഷണം അഡിക്വേറ്റ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കണം, ശീലിക്കണം എന്നാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചാലും പ്രോട്ടീൻ ഇൻടേക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എഗ്ഗിലാണെങ്കിലും അത്രയും കുറവാണ്. ചിക്കനിലൊക്കെ പിന്നെ കൂടുതൽ എമൗണ്ട് ആയിട്ട് കാണുള്ളൂ. പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചാലും 120 gram പ്രോട്ടീൻ ഒക്കെ ഒരു 60 kg 120 gram വേണ്ടല്ലോ. വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, റെഗുലർ സ്ട്രെങ്ത് ട്രെയിനിങ് വർക്ക്ഔട്ട് റെഗുലർ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിലും പെർ kg 1.2 gram per kg പ്രോട്ടീൻ മതി. അതൊരു പ്രൊഫഷണൽ ആണ്, വെയിറ്റ് ലിഫ്റ്റിംഗ്, ബോക്സിംഗ്, ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ അവര് റിക്വയർമെന്റ് സെപ്പറേറ്റ് ആണ്. പക്ഷെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് കുറെ ബോഡി ബിൽഡിങ്ങിലേക്കൊക്കെ പോകുന്നത് ലോങ് ടേമിൽ അതിന് ബുദ്ധിമുട്ടുണ്ട്. അതാണ് അവിടെ എനിക്ക് പറയാം. റെഗുലർ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു 80 grams 60 grams എത്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര പോസിബിൾ അല്ലെങ്കിൽ വൺസ് ഇൻ എ ഡേ ഒക്കെ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ കഴിക്കുന്ന നമ്മളെ പോർഷനിങ്ങിലില്ലേ, അതാണ് നമ്മള് എവിടെ കൂട്ടാൻ നോക്കിയാലും റൈസ് പോർഷൻ നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യൂല. അതാണ് കുഴപ്പം. പ്രോട്ടീൻ പോർഷൻ കൂട്ടണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന സീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് ഒരു ഹെൽത്തി പ്ലേറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. അതെ, പക്ഷെ അപ്പം നമ്മൾ 1 സ്കൂപ്പ് വേ പ്രോട്ടീൻ എടുക്കുന്നോണ്ട് വേറെ ദോഷങ്ങൾ ഉണ്ടോ? ലോങ് ടേമിൽ ഒരിക്കലും സപ്ലിമെന്റ്സ് നമുക്ക് റെക്കമെൻഡഡ് അല്ല. അത് ബോഡിയിൽ അതിൻ്റെതായ ഇമ്പാക്ട് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് പ്രോട്ടീൻ ആണ്, അതൊരു ഇഷ്യൂ അല്ല എന്നുള്ള കുറെ ഇൻഫർമേഷൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ട്രസ്റ്റബിൾ അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിസീസ് സ്പെസിഫിക് ആയിട്ടുള്ള അത്രയും സയന്റിഫിക് ആയിട്ട് വരുന്ന സപ്ലിമെന്റ്സ് പോലും അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വൺസ് ന്യൂട്രീഷണൽ അഡിക്വസി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ സപ്ലിമെന്റ് എടുക്കരുത്. സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് നമ്മള് പിന്നെ കഴിക്കാൻ കുറഞ്ഞു പോകുന്ന